സൈക്കോളജി മലയാളത്തിന്റെ ഭാഗങ്ങളാണ് ഇന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത് നോക്കുന്നത് കേട്ടോ. സൈക്കോളജി മലയാളത്തിന്റെ ഭാഗങ്ങളാണ് നോക്കുന്നത്. അപ്പൊ എല്ലാവരും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാ, വേഗം ലൈവിലേക്ക് പോരാ. നമുക്ക് സമയമില്ല ഇനി അല്ലെ, പഠിക്കാൻ മാത്രമുള്ള സമയമേ ഉള്ളൂ, അല്ലെങ്കിൽ പഠിച്ച കാര്യങ്ങൾ ഒന്ന് റിവൈസ് ചെയ്യാനുള്ള സമയം മാത്രമേ ഉള്ളൂ അല്ലെ. അപ്പോ ടെൻഷനൊക്കെ ചെറുതായിട്ട് വരുന്നുണ്ടാകും, അതൊന്നും കാര്യമാക്കണ്ട, അതൊരു സൈഡിലേക്ക് ഒരു മൂലയിലേക്ക് അങ്ങോട്ട് മാറ്റി വെക്കുക. ഇപ്പൊ ടെൻഷനൊന്നും സമയമില്ല, നമുക്ക് മാക്സിമം സമയത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ഈ ഒരു കേറ്ററ്റിനെ അറ്റൻഡ് ചെയ്യുക കേട്ടോ. നല്ല കോൺഫിഡൻസ് ആയിരിക്കും എല്ലാവരും, ഒരു പ്രശ്നമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്ന് സൈക്കോളജിയിലേക്കാണ് ആദ്യം പോകുന്നത്. ആദ്യം തന്നെ ഇമ്മിനി വലിയ ചോദ്യങ്ങൾ നമുക്ക് പറയാം. എന്താണ് ഇമ്മിനി വലിയ ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാല്, സൈക്കോളജിയിൽ നമ്മുടെ മാർക്ക് നഷ്ടപ്പെടാനുള്ള ചില കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരീക്ഷാ ഹാളിൽ വരുന്ന നമുക്ക് അനാവശ്യമായിട്ട് വരുന്ന ചില ടെൻഷൻസ് ആണ്. ചില ചോദ്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ പഠിച്ച ടോപ്പിക് ആയിരിക്കും, പക്ഷേ ചോദ്യത്തിന്റെ വലിപ്പവും നീളവും ഒക്കെ കാണുമ്പോൾ നമുക്ക് ആകെ ഒരു ടെൻഷൻ ആകും അല്ലെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അത്തരം ചോദ്യങ്ങളാണ് നമ്മൾ ആദ്യം പ്രാക്ടീസ് ചെയ്യേണ്ടത്. കാരണം വലിയ ചോദ്യങ്ങൾ കാണുമ്പോൾ പേടിക്കേണ്ട കാര്യമില്ല, നിങ്ങളുടെ ആത്മവിശ്വാസം പോകേണ്ട. എന്ത് ചെയ്യാം, നിങ്ങളൊന്ന് വായിച്ചു നോക്കാം. നിങ്ങൾ പഠിച്ച ടോപ്പിക് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് കിട്ടും, അത് ആൻസർ ചെയ്യാൻ പറ്റും കേട്ടോ, ഒരു സംശയമില്ല. അപ്പൊ ഇമ്മിനി വലിയ ചോദ്യങ്ങളിലേക്ക് പോവുകയാണ്. അതിന്റെ എക്സാമ്പിൾ ഞാൻ പറയാം കേട്ടോ. നോക്കിയേ, കണ്ടോ, ഈ ചോദ്യം ഇങ്ങനെ കാണുമ്പോൾ തന്നെ ടെൻഷൻ ആകരുത്. ഇത് ഞാൻ പഠിച്ച ടോപ്പിക് ആണെങ്കിൽ ആൻസർ ചെയ്യാൻ പറ്റും എന്നുള്ള വിശ്വാസത്തോടു കൂടി എഴുതാം, ആൻസർ ചെയ്യാം കേട്ടോ. വ്യത്യസ്തങ്ങളായ ക്ലാസ് റൂം പ്രവർത്തനങ്ങൾക്കായി ശോഭ ടീച്ചർ കുട്ടികളെ ഗ്രൂപ്പുകളായി തിരിക്കാറുണ്ട്. അവിടെ സ്വന്തം അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുന്നതിനും സംവാദങ്ങളിൽ ഏർപ്പെടുന്നതിനും കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. ഇത്തരം തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ട് കുട്ടികളിൽ വികസിപ്പിക്കപ്പെടുന്നത് എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് കണ്ടിട്ടൊന്നും പേടിക്കേണ്ട കാര്യമില്ല. നമുക്കറിയാം ഇൻഡയറക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സിറ്റുവേഷൻസിനനുസരിച്ചുള്ള ചോദ്യങ്ങളാണ് പലപ്പോഴും എന്ത് ചെയ്യുന്നത് വരുന്നത്. ഇവിടെ ഇത്രയും വലിയ ചോദ്യങ്ങളിൽ ആയിരുന്നാൽ പോലും ആൻസറിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു കീ പോയിന്റ് അവിടെ ഉണ്ടാകുന്നതാണ്. അപ്പൊ ഇവിടെ എന്താണ്, ഇവിടെ ശോഭ ടീച്ചർ എന്താണ് പ്രോത്സാഹിപ്പിച്ചതെന്ന് നമ്മൾ ആദ്യം നോക്കുക. അതാണ് നമുക്ക് ഇവിടുത്തെ ഉള്ള കീ പോയിന്റ് അല്ലെ. എല്ലാവരും ആൻസർ ഒന്ന് പറഞ്ഞു നോക്കാം കേട്ടോ. നോക്കിയേ, ഇവിടെ നോക്കിയേ, സ്വന്തം അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുവാനും കേട്ടോ സംവാദങ്ങളിൽ ഏർപ്പെടുന്നതിനും, ഇതാണ് അവിടുത്തെ കീ പോയിന്റ്. അപ്പോ സ്വന്തം അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുന്നതിനും സംവാദങ്ങളിൽ ഏർപ്പെടുന്നതിനുള്ള അതിനു വേണ്ടിയുള്ള കഴിവാണ് ഇവിടെ ആർജിക്കുന്നത്. ആൻസർ വരുന്നുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് അഥവാ വ്യക്തിയാന്തര ബുദ്ധി എന്നുള്ളതാണ് വരുന്നത് അല്ലെ. അതായത് വേറൊരാളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുക, സാമൂഹിക ഇടപെടൽ നടത്തുവാനും കഴിവുള്ള കഴിവിനെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അത് ആരുടേതാണെന്ന് പലതവണ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹവാർഡ് ഗാർണറുടേതാണ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് കേട്ടോ. എന്താണ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് എന്ന് പറയുന്ന തിയറി, അത് ഹവാർഡ് ഗാർണറുടേതാണ് എന്ന് ഓർത്തു വെക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സൈക്കോളജിയിലെ തിയറിയാണ് എന്ത് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ മറ്റൊരാളുമായി കൊണ്ട് അല്ലെങ്കിൽ വേറെ ആളുകളുമായി കൊണ്ട് ഇടപഴകുവാനും അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ നേതൃത്വമൊക്കെ നോക്കുവാനും കഴിവുള്ള ആളുകൾ, ഇപ്പൊ രാഷ്ട്രീയക്കാരെ പോലെ അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തകരെ പോലെ, അതൊക്കെ ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് ഉള്ള ആളുകളാണ്. എന്നാൽ ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ സ്വന്തത്തെ കുറിച്ചുള്ള, സ്വന്തം കഴിവായിരുന്നാലും അല്ലെങ്കിൽ അവനെ കുറിച്ചുള്ള കുറെ തത്വങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നാലും നമ്മൾ പറയില്ലേ ഫിലോസഫർമാരെന്നൊക്കെ പറയില്ലേ, അതൊക്കെ ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസിന്റെ ഗുണത്തിൽപ്പെട്ട എബിലിറ്റിയിൽ പെട്ടതാണ്. അതുപോലെ ശാരീരിക ചലനപരമായ ബുദ്ധി എന്ന് പറഞ്ഞാൽ ശരീരം കൊണ്ടായിരിക്കും, അവർക്ക് ശരീരം കൊണ്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി താല്പര്യം, അതിനകത്തായിരിക്കും. ഉദാഹരണപ്പെട്ട ഡാൻസേഴ്സ് ആയിരുന്നാലും ആക്ടേഴ്സ്, അതുപോലെ തന്നെ കായിക താരങ്ങൾ, ഇവരൊക്കെ ബോഡിയിലെ കൈനസ്തെറ്റിക് ഇന്റലിജൻസിന്റെ ആളുകളാണ്. വെർബൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, വാചിക ബുദ്ധി അഥവാ വാക്കുകൾ കൈകാര്യം ചെയ്യുവാനും പറയാനും ഒക്കെ ചില ആളുകൾ പ്രത്യേക സ്കില്ലായിരിക്കും. ഇപ്പൊ ചില അധ്യാപകരെ കാണാം, അവര് നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും, പക്ഷെ അതൊന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്ത് ഇതാക്കാൻ അവർക്ക് സാധിക്കില്ല. അപ്പോൾ വാക്കുകളെ കൃത്യമായിട്ട് പറഞ്ഞ് അവരെ ശ്രോതാക്കളെ പിടിച്ചു നിർത്തുക എന്ന് പറഞ്ഞ പ്രത്യേക കഴിവാണ് അല്ലെ. പ്രാസംഗികരൊക്കെ അങ്ങനെ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ വെർബൽ ഇന്റലിജൻസും അതിനകത്താണ്. ഇവിടെ വരുന്നത് ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് ആണ്. ഇതൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളിപ്പോ ലാംഗ്വേജ് ഏതായിരുന്നാലും അറബി ആയിക്കോട്ടെ, ഹിന്ദി ആയിക്കോട്ടെ, ഉറുദു ആയിക്കോട്ടെ, സംസ്കൃതം ആയിക്കോട്ടെ, ഈ ഒരു മൾട്ടിപ്പിൾ ഇന്റലിജൻസ് അത് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ലാംഗ്വേജിൽ കൂടി നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. ഇപ്പൊ ഇന്റർപേഴ്സണൽ ഇന്റലിജൻസിന്റെ അറബി കൂടി നിങ്ങൾ പഠിച്ചു വെക്കണം, ഹിന്ദി കൂടി നിങ്ങൾ പഠിച്ചു വെക്കണം. കാരണം അവിടെ പെഡഗോജി ഭാഗത്തിൽ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഈ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഹിന്ദി ആയിരുന്നാലും അറബി ആയിരുന്നാലും ഉറുദു ആയിരുന്നാലും നിങ്ങൾ എന്ത് ചെയ്യണം,
പഠിച്ചു വെക്കണം. അപ്പൊ ഒരുപാട് പേര് ആൻസർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഡി ആണ് കറക്റ്റ് ആൻസർ. ദെൻ അടുത്ത ഇമ്മിനി വലിയ ചോദ്യങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. നമ്മളെ ടെൻഷൻ അടുപ്പിക്കുന്ന വലിയ ചോദ്യങ്ങളിലേക്ക് ആൻസർ പറയാം കേട്ടോ. അധ്യാപിക ക്ലാസ്സിൽ നൽകിയ ഗണിത പസിലിൽ നിന്ന് ശരി ഉത്തരം കണ്ടെത്താൻ സ്വാതിക്ക് കഴിഞ്ഞില്ല. എന്നാൽ വീട്ടിലെത്തിയിട്ടും അവൾ ആ പ്രശ്നത്തെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരുന്നു. അപ്പോ അധ്യാപിക ഒരു പസിൽ വർക്ക് കൊടുത്തു, പക്ഷെ ശരി ഉത്തരം കണ്ടെത്താൻ സ്വാതിക്ക് സാധിച്ചില്ല. അവള് ആ പ്രശ്നത്തെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അത് പരിഹരിക്കാനുള്ള മാർഗം കിട്ടി, വീട്ടിലെത്തിയപ്പോൾ കിട്ടി. എന്റെ ശരി ഉത്തരത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു. ഇതിനെ താഴെ കൊടുത്തിരിക്കുന്ന ഏതുമായി ബന്ധപ്പെട്ടതാണ്? അതാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഒന്ന് ആൻസർ ചെയ്യാം. ഏതാണ് വരുന്നത്? പെട്ടെന്ന് അന്നേരം ആൻസർ വന്നില്ല, എത്തിയപ്പോഴാണ് പെട്ടെന്നൊരു ചിന്ത, ഓക്കെ ഇതായിരിക്കുമല്ലോ എന്നുള്ളൊരു ചിന്ത വന്നത്. ഓക്കെ, കമന്റ് പറയുന്നുണ്ട് അല്ലെ, ആൻസർ പറയുന്നുണ്ട്. അൻസാരി, അമീന, ഫാത്തിമ, ആസിഫ, അജ്മൽ, ഓക്കെ ഒരുപാട് പേര് ആൻസർ പറയുന്നുണ്ട്. നമുക്ക് നോക്കാം ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്. കറക്റ്റ് ആൻസർ സി തന്നെയാണ് കേട്ടോ. ഉൾക്കാഴ്ച പഠനം, ഇൻസൈറ്റ് ലേണിംഗ് ആണ് ഗസ്റ്റാൾട്ട് തിയറിയുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരുന്ന ഇൻസൈറ്റ് ലേണിംഗ്. അപ്പൊ ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രത്തിന്റെ 3 ആളുകള് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, മാക്സ് വെർത്തീമർ, കൊഫ്കെ, കോഹ്ലർ അല്ലെ. അപ്പോ അദ്ദേഹത്തിനാണ് എന്താണ് ഉൾക്കാഴ്ച പഠനം, ഇൻസൈറ്റ് ലേണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ദെൻ അടുത്ത ഇമ്മിനി വലിയ ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ് കേട്ടോ. ഓക്കെ, ഈ ചോദ്യത്തിന് വലിപ്പം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ടെൻഷൻ ആവുന്നില്ലല്ലേ? ശരിയല്ലേ? ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ? വലിയ ചോദ്യം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ടെൻഷൻ വരും അല്ലെ? അത് വായിച്ചു നോക്കിയിട്ട് പോലും ഉണ്ടാവില്ല, അപ്പോഴത്തേക്കും ടെൻഷൻ വരും, എനിക്ക് കിട്ടൂല, അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ അങ്ങനെ ചിന്തിക്കേണ്ട കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഹേനയ്ക്ക് ഒറ്റക്ക് പഠന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ ബുദ്ധിമുട്ടുണ്ട്. ടീച്ചർ പറയുന്നതിന് ശ്രദ്ധ കൊടുക്കാതെ അവൾ ഇടയ്ക്കിടെ സീറ്റിൽ നിന്നും എഴുന്നേറ്റു പോയി പെൻസിലിന്റെ മുന കൂർപ്പിക്കുകയും ജനലിലൂടെ പുറത്തേക്ക് നോക്കുകയും ചെയ്യും. പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുടെ ഏത് വിഭാഗത്തിലാണ് ഹേനയെ എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഉൾപ്പെടുത്താൻ സാധിക്കുന്നത്? ADHD അല്ലെ. അതിനകത്ത് നമുക്ക് ആൻസറിലേക്ക് എത്താവുന്ന ഒരു കീ പോയിന്റ് ഉണ്ട് കണ്ടാ. ഹേനയ്ക്ക് ഒറ്റക്ക് പഠന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ ബുദ്ധിമുട്ടുണ്ട്. ടീച്ചർ പറയുന്നതിന് ശ്രദ്ധ കൊടുക്കാതെ അവൾ ഇടയ്ക്കിടെ എന്ത് ചെയ്യുന്നു, സീറ്റിൽ നിന്നും എഴുന്നേറ്റ് പോകുന്നു, പെൻസിലിന്റെ മുന കൂർപ്പിക്കുന്നു അല്ലെ. വളരെ അശ്രദ്ധമായിട്ടുള്ള ചില പ്രവർത്തനങ്ങളാണ് അവിടെ കാണുന്നത്. സോ നമുക്കറിയാം ഇവിടെ കറക്റ്റ് ആൻസർ നിങ്ങൾ പറഞ്ഞ ശരിയാണ്, ADHDയുമായി ബന്ധപ്പെട്ടാണ്. ADHD ഉള്ള കുട്ടികൾ അവരെന്തെങ്കിലും അടങ്ങിയിരിക്കില്ല, അവർക്ക് ശ്രദ്ധ ഇങ്ങനെ നിലനിർത്താൻ സാധിക്കില്ല. ഓക്കെ, അപ്പൊ അതൊക്കെ അവരുടെ ലക്ഷണമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഏതാണ്? ADHD എന്നുള്ളതാണ്. വെരി ഗുഡ്. ഓക്കെ, 3കാർക്കും ലൈവിൽ പങ്കെടുക്കാട്ടോ. 3കാർക്ക് ചോദ്യങ്ങൾ മാത്രം ഇങ്ങനെ മലയാളത്തിൽ വരുന്നതേ ഉള്ളൂ. ശരി, അവർക്ക് ഇംഗ്ലീഷിലാണെങ്കിൽ പോലും ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ അവർക്കും വരുന്നതാണ്. 3കാർക്ക് ഒരു പ്രത്യേക ലൈവ് ഇംഗ്ലീഷിൽ അവർക്ക് ഉണ്ടായിരിക്കുന്നതായിരിക്കും കേട്ടോ. അതിന്റെ ഇത് ബാച്ചിൽ നിങ്ങൾ അറിയിക്കുന്നതാണ്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. ഇന്നത്തെ കാലത്ത് കേവലം ഒരു +2 പാസ്സായത് കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. ഓക്കെ, +2 പരീക്ഷയിൽ പരാജിതയായ രേവതി വീട്ടുകാരോട് പറഞ്ഞു. ഇങ്ങനെ ഇവിടെ രേവതി സ്വീകരിച്ച പ്രതിരോധ തന്ത്രമേത്? ഡിഫൻസ് മെക്കാനിസവുമായി ബന്ധപ്പെട്ടതാണ്. ഡിഫൻസ് മെക്കാനിസവുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇന്നത്തെ കാലത്ത് ഒരു +2 മാത്രം ഇതാക്കിയത് കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല എന്ന് പറയാം. ADHD നേരത്തെ തന്നെ ആൻസർ ആയിരിക്കും. വെരി ഗുഡ്, വെരി ഗുഡ്. റാഷണലൈസേഷൻ അല്ലെ. ഇവിടെ എന്താ പറയുന്നത്? ഇവിടെ അവിടെ ഒരു ന്യായീകരണമാണ്. +2 പഠിച്ചിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല, അവൻ പഠിച്ചില്ല, അവന്റെ കുഴപ്പമാണ്, അവൻ തോറ്റു, പക്ഷെ എന്നാലും എന്ത് പറയണ, ഇതൊന്നും പഠിച്ചിട്ട് വലിയ കാര്യമില്ല എന്ന് പറയുന്നതാണ് എന്ത്? യുക്തീകരണം അഥവാ റാഷണലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വന്തം കുറ്റമാകട്ടെ കുറവാകട്ടെ, സ്വന്തം ഒരു കുറ്റം കൊണ്ട് ഒരു സംഭവം സംഭവിച്ചു, നടന്നു, പക്ഷേ അത് വേറൊരാളിലേക്ക് എന്ത് ചെയ്യാം അടിച്ചേൽപ്പിക്കാം, അവന്റെ കുഴപ്പം കൊണ്ടാണ് അല്ലെ. കണക്ക് പരീക്ഷയിൽ തോറ്റത് സാറിന്റെ കുഴപ്പം കൊണ്ടാണ് എന്ന് പറയുക. മനസ്സിലാവട്ടെ? അപ്പൊ അവന്റെ തെറ്റാണ്, അവൻ പഠിക്കാത്തത് കൊണ്ടാണ്. പക്ഷെ അത് അധ്യാപകനിലേക്കോ അല്ലെങ്കിൽ വേറെ ഒരാളിലേക്കോ പറയുന്നതാണ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. റാഷണലൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്? ന്യായീകരിച്ചു കൊണ്ട് പറയലാണ്. ഇതവിടെ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കാൻ, കേട്ടിട്ടുണ്ട് തന്നെ ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതേപോലെ വന്നിട്ടുണ്ട്. അതായത് ഇത് രണ്ടും നമുക്ക് കൺഫ്യൂഷൻ ആകുന്ന ഒരു ടൈപ്പ് ഡിഫൻസ് മെക്കാനിസം ആണ്. അപ്പൊ അവിടെ ഇതേപോലെ ഒരു വർഷം ചോദിച്ചതില് എന്താണ്, ഇത് പരീക്ഷയ്ക്ക് തോറ്റു, അവൻ എന്ത് ചെയ്തു, അധ്യാപകനെ കുറ്റം പറഞ്ഞു, അങ്ങനെ സംതിങ് എന്തോ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു.
പക്ഷെ അതിനകത്ത് പ്രൊജക്ഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. റാഷണലൈസേഷൻ ആണ് വന്നിട്ടുള്ളത്. പക്ഷെ ആൻസർക്ക് വന്നപ്പോ റാഷണലൈസേഷൻ ആണ് ആൻസർ വന്നത്. അപ്പൊ ആ ഒരു സംഭവം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ ചെയ്യുക. ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന സംഭവമാണ്. യഥാർത്ഥത്തിൽ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് എന്ത് ചെയ്യണം, കുറ്റപ്പെടുത്തി നമ്മൾ പറയണം. സ്വന്തം തെറ്റുകളും കുറവുകളും ഒക്കെ വേറൊരാളിലേക്ക് കുറ്റപ്പെടുത്തി പറയാനാണ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. റാഷണലൈസേഷൻ എന്ന് പറഞ്ഞാൽ ന്യായീകരിക്കലാണ്. ഇനി ഐഡന്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമുക്കൊരു സംഭവം നേടിയെടുക്കാൻ സാധിച്ചില്ല, അല്ലെങ്കിൽ നമുക്ക് ഒരു ക്രിക്കറ്റ് കളിക്കാരനാകണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അതിനോട് താല്പര്യം ഉണ്ടായിരുന്നു, നമ്മൾ ആയില്ല. പക്ഷെ വേറൊരാള് അതിനകത്താവുകയും വിജയിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സന്തോഷം ഉണ്ടാകാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ പറയാറുണ്ട് സച്ചിൻ സെഞ്ചുറി അടിക്കുമ്പോൾ നമുക്ക് സന്തോഷം തോന്നുന്നു, നമുക്ക് ആഹ്ലാദം തോന്നുന്നു എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ നേടിയിട്ടില്ല, നമ്മളെല്ലാം സെഞ്ചുറി അടിച്ചത്, നമുക്കെല്ലാം അതിന്റെ അവാർഡ് കിട്ടുന്നത്, നമുക്കെല്ലാം അതിന്റെ ക്യാഷ് കിട്ടുന്നത്. പക്ഷെ എന്നിട്ട് നമ്മൾ സന്തോഷിക്കുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് നേടാൻ പറ്റാത്ത ഒരു സംഭവം വേറൊരാൾ കണ്ട് നമ്മൾ എന്ത് ചെയ്യാം, ആനന്ദം കണ്ടുക. ആ ഒരു കോൺഫ്ലിക്റ്റിനെ അങ്ങനെയാണ് അവൻ എന്ത് ചെയ്യുന്നത്, ഫേസ് ചെയ്യുന്നത്. അതിനാണ് ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. റിപ്രഷൻ എന്ന് പറയുന്നത് നമ്മുടെ കോൺഫ്ലിക്ട്സുകളെ എന്ത് ചെയ്യുക, അൺകോൺഷ്യസ് മൈൻഡിലേക്ക് അഥവാ അബോധ മനസ്സിലേക്ക് എന്ത് ചെയ്യുക, തള്ളിവിടുക. അതാണ് റിപ്രഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ടിവിയിൽ കാണുന്ന ചില പ്രകടനങ്ങൾ ആതിര കാണുകയും മറ്റൊരു സന്ദർഭത്തിൽ അനുകരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഇത് ആരുടെ തിയറിയുമായി ബന്ധപ്പെട്ടതാണ്? കണ്ടോ, ഇവിടെയും സാധാരണ നിലക്കുള്ള ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിയറിയുടെ പേര് ചോദിച്ചിട്ട് ഈ തിയറി ആരുടേതാണ് എന്നുള്ളതാണ്. പക്ഷെ ഇപ്പൊ കാണുന്ന ഒരു സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു തിയറിയിലെ ആശയം എന്താണ്, ആ ആശയത്തെ ചോദിച്ചിട്ട് ഇത് എന്തുമായി ബന്ധപ്പെട്ട തിയറിയാണ്, അല്ലെങ്കിൽ ഇത് ആരുടെ തിയറിയാണ് എന്നുള്ള രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പൊ നിങ്ങൾ ആ ടൈപ്സ് കൂടി ഒന്ന് മനസ്സിലാക്കിയിട്ട് പോകണം കേട്ടോ. നിങ്ങൾ എപ്പോഴും ഡയറക്റ്റ് ആയിട്ട് ഇത് ആരുടെ തിയറിയാണ് എന്നുള്ള ചോദ്യം എന്ത് ചെയ്യരുത്, എക്സ്പെക്ട് ചെയ്ത് ചോദിച്ചേക്കാം. പക്ഷെ ഇപ്പോഴത്തെ ഒരു ചോദ്യത്തിന്റെ പാറ്റേൺ അനുസരിച്ച് ഇങ്ങനത്തെ ഒരു മാറ്റം അവിടെ കാണുന്നുണ്ട്. ഇവിടെ ഏതാണ് വരുന്നത്? ടിവിയിൽ കാണുന്ന പ്രകടനങ്ങൾ ആദ്യം അതേപോലെ തന്നെ എന്ത് ചെയ്യാണ്, അനുകരിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. കറക്റ്റ് ആൻസർ വരുന്നുണ്ട്, ഓപ്ഷൻ വരുന്നുണ്ട്. ഓക്കെ, എല്ലാവർക്കും പറയാം കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് അല്ലെ. ബന്ദൂരയുടെ തിയറിയാണ് അല്ലെ. ബന്ദൂരയുടെ തിയറിയുടെ പേരൊന്ന് പറഞ്ഞേ, തിയറിയുടെ പേരൊന്ന് പറഞ്ഞേ, പെട്ടെന്ന് കമന്റ് ചെയ്തോ. ബന്ദൂരയുടെ തിയറിയുടെ പേര് എന്താണ്? ബന്ദൂരയുടെ തിയറിയുമായി ബന്ധപ്പെട്ടതാണ്. കാരണം അനുകരണം വരുന്നത് അവിടെയാണല്ലോ, അല്ലെങ്കിൽ നിരീക്ഷണം വരുന്നത് അവിടെയാണല്ലോ. സോ ആ തിയറിയുടെ പേര് കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, ഓർത്തു വെക്കണം. ചിലപ്പോൾ എന്ത് ചെയ്യാം, തിയറിയുടെ പേര് പറഞ്ഞിട്ട്, ആ സിദ്ധാന്തത്തിന്റെ പേര് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, അതേതാണ് എന്നുള്ളത് നോക്കാം. ബോബോഡോൾ എന്നാണോ തിയറിയുടെ പേര്? പരീക്ഷണമല്ല ഞാൻ ചോദിച്ചത്, തിയറി. നിരീക്ഷണ പഠനം അല്ലെ, ഒബ്സർവേഷൻ ലേണിംഗ്. ഓക്കെ, അതായത് എന്താണ്, ഒരു സംഭവം നിരീക്ഷിച്ചിട്ട് പിന്നീട് എന്ത് ചെയ്യാണ്, കുട്ടി അത് ആവർത്തിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. ആവർത്തിക്കുന്നു. അറ്റൻഷൻ, റിറ്റൻഷൻ, റീപ്രൊഡക്ഷൻ, റീഇൻഫോഴ്സ്മെന്റ്, ഇതാണ് നടക്കുന്നത് പഠനത്തിൽ. അതായത് ഒരു സംഭവം എന്ത് ചെയ്യുന്നു, അറ്റൻഷൻ ശ്രദ്ധിക്കുന്നു, ശ്രദ്ധിച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഓക്കെ അപ്പൊ ഇന്ന സാഹചര്യത്തിൽ ഇന്നത് ചെയ്യണം, ശ്രദ്ധിക്കാൻ കുട്ടി ഒബ്സർവ് ചെയ്യണം. ദെൻ അതെന്ത് ചെയ്യുന്നു, ഉള്ളിൽ നിലനിർത്തുന്നു. റിറ്റൻഷൻ, അത് ഉള്ളിൽ നിലനിർത്തുന്നു. ഇന്ന കാര്യം ചെയ്യുമ്പോൾ ഇന്ന റിയാക്ഷൻ ആണ് വരേണ്ടത് എന്ന ഒരാളെ നോക്കിയാണ് കുട്ടി പഠിക്കുന്നത്. ചിലപ്പോൾ വീട്ടിൽ മുതിർന്നവരോ ചില പിള്ളേർ കണ്ടിട്ടില്ലേ, എന്ത് ചെയ്യും, ചില ബാഡ് വേർഡ്സ് ഒക്കെ പഠിക്കും അല്ലെങ്കിൽ പറയും. ചിലപ്പോൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ അല്ലെങ്കിൽ വീട്ടിൽ അങ്ങനെ രണ്ട് സംഭവിക്കാം. അപ്പോൾ ഇത് നമ്മൾ ഇരുത്തി പഠിപ്പിക്കണമെന്നല്ലോ. ഇന്ന് മോനെ ഒരിക്കൽ ഞാൻ കുറച്ച് ബാഡ് വേർഡ്സ് പഠിപ്പിച്ചു തരാന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിപ്പിച്ച് സാധാരണ ലേണിംഗ് നാം മനസ്സിലാക്കിയതുപോലെ പഠിപ്പിക്കുന്നൊന്നുമല്ല. കുട്ടി അത് നിരീക്ഷിച്ചിട്ട് ശ്രദ്ധിക്കുന്നു അല്ലെ, അറ്റൻഷൻ ചെയ്യുന്നു, പിന്നെ അത് മനസ്സിലേക്ക് കൊണ്ടുവരുന്നു. ഇതേപോലെ ഒരു സാഹചര്യം വരുമ്പോൾ റീപ്രൊഡക്ഷൻ ചെയ്യുന്നു. ഓക്കെ, അതാണ് അവിടെ സംഭവിക്കുന്നത്. ആ സമയത്ത് നമ്മൾ കൊടുക്കുന്ന റീഇൻഫോഴ്സ്മെന്റിന് അനുസരിച്ചായിരിക്കും അത് അവിടെ നിലനിൽക്കണോ വേണ്ടേ എന്നുള്ളത് തീരുമാനിക്കുന്നത്. അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് എന്താണ്, ബന്ദൂരയാണ് കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. അധ്യാപകൻ കുട്ടികളോട് പറഞ്ഞു, ഒരു കാര്യം ശ്രദ്ധിച്ചിരിക്കാം, ചോദ്യം കാണുമ്പോൾ നിങ്ങൾ പേടിക്കരുത്, എനിക്ക് അതാ ആദ്യമേ പറയാനുള്ളൂ. അധ്യാപകൻ കുട്ടികളോട് പറഞ്ഞത് 10 സ്റ്റിക്കറുകൾ ചെറുതിൽ നിന്നും വലുതിലേക്ക് ക്രമത്തിൽ വെക്കുക, പിന്നെ 5 നീല സ്റ്റിക്കുകളും 5 ചുവപ്പ് സ്റ്റിക്കുകളും വേർതിരിക്കുക. എന്തൊക്കെയാണ് പറഞ്ഞത്? അതായത് 10 സ്റ്റിക്കറുകൾ ചെറുതിൽ നിന്നും എന്ത് ചെയ്യണം, വലുതിലേക്ക് ഒട്ടിക്കണം, വെക്കണം. രണ്ടാമത് 5 നീല സ്റ്റിക്ക് വടി കേട്ടോ, അതുപോലെ 5 ചുവപ്പ് സ്റ്റിക്കും എന്ത് ചെയ്യണം, വേർതിരിച്ചു വെക്കണം. പക്ഷെ രാഹുലിന് ക്രമത്തിൽ വെക്കാനും കളറുകൾ വേർതിരിക്കാനും കഴിയുന്നില്ല.
കണ്ടോ, പിയാഷെയുടെ സിദ്ധാന്ത പ്രകാരം രാഹുലിനുള്ള എന്ത് കുറവാണ് സൂചിപ്പിക്കുന്നത്? ചോദ്യം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇവിടെ എന്ത് കുറവാണ് രാഹുലിനുള്ളത്? പിയാഷെയുടെ സിദ്ധാന്ത പ്രകാരം എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇത് പിയാഷെയുടെ തിയറിയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് കുറവാണ് ഉള്ളത്? പെട്ടെന്ന് കമന്റ് ചെയ്തോളൂ. എന്ത് കുറവാണ് ഇവിടെ ഉള്ളത്? ആൻസർ വരുന്നുണ്ട്. അൻസാരി ഓപ്ഷൻ പറയൂട്ടോ, എല്ലാവരും പറഞ്ഞു നോക്കാം. മാൻവിക്, അഭിനവ്, സീരിയേഷൻ എന്ന് പറയണ്ട അഭിനവ്. ഈ സീരിയേഷൻ എന്നുള്ള ഭാഗം 3 സ്ഥലത്തും വരുന്നുണ്ടല്ലോ. ബിയിലും വരുന്നുണ്ട്, സിയിലും വരുന്നുണ്ട്, ഡിയിലും വരുന്നുണ്ട്. ഓക്കെ, എന്താണ് നമുക്ക് നോക്കാം. 10 സ്റ്റിക്കറുകൾ ചെറുതിൽ നിന്നും വലുതിലേക്ക് ക്രമത്തിൽ വെക്കാനുള്ള ഒരു കഴിവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സീരിയേഷൻ എന്ന് പറയുന്നത് അല്ലെ? സീരിയേഷൻ. ഈ സീരിയേഷൻ എന്ന് പറയുന്ന സംഭവം നമുക്കറിയാം. പിയാഷെയുടെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? 4 സ്റ്റേജുകളാക്കി ഈ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിനെ മാറ്റിയിട്ടുണ്ട്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ഏജിലും കുട്ടികൾക്ക് അവിടുത്തെ ഉണ്ടാകുന്ന വൈജ്ഞാനിക വികാസങ്ങൾ എന്തൊക്കെയാണെന്ന് ഓരോ സ്റ്റേജിലും കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതിൽ ഒന്നാണ് സീരിയേഷൻ. സീരിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ടേംസ് ഓർത്ത് വെക്കുക. അഥവാ ക്രമപ്പെടുത്തൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ചെറുതിൽ നിന്ന് വലുതിലേക്ക് ഓർഡർ ആക്കി വെക്കില്ലേ? അപ്പൊ ചില കുട്ടികൾക്ക് അത് പറ്റുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം ആ ഒരു എബിലിറ്റി അവർക്ക് ഇല്ല എന്നുള്ളതാണ്. അത് സീരിയേഷൻ ആണ്. പിന്നെയോ നീല സ്റ്റിക്കുകളും ചുവപ്പ് സ്റ്റിക്കുകളും വേർതിരിക്കുക. അപ്പൊ നീല ഇത് വേർതിരിച്ച് മനസ്സിലാക്കണം. ഇത് നീലയാണ്, ഇത് ചുവപ്പാണ് എന്നുള്ളത് വേർതിരിച്ച് മനസ്സിലാക്കുക. അതിനെന്താ പറയാ? ക്ലാസിഫിക്കേഷൻ, തരംതിരിക്കൽ എന്നാ പറയാ കേട്ടോ. എന്താണ് ക്ലാസിഫിക്കേഷൻ? തരംതിരിക്കൽ. ഓക്കെ, ഈ ക്ലാസിഫിക്കേഷൻ അഥവാ തരംതിരിക്കൽ എന്ന് പറയുന്നതും എവിടെ വന്നിട്ടുള്ളതാണ്? പിയാഷെയുടെ സ്റ്റേജിൽ വന്നിട്ടുള്ളതാണ്. അപ്പൊ ഇത് രണ്ടും കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിൽ വരുന്ന സംഭവമാണ്. ബാക്കി ഒന്നുമല്ല. റിവേഴ്സിബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യാവർത്തന ചിന്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ചും മറിച്ചും കുട്ടിക്ക് ചിന്തിക്കാൻ സാധിക്കണം അല്ലെ? ഇപ്പൊ ABCD ഒരു ഉദാഹരണം പറയാണ്. ABCD എന്ന് പറയുന്നത് കുട്ടി ചൊല്ലും. തിരിച്ച് Z മുതൽ ചൊല്ലാൻ പറഞ്ഞാൽ പിള്ളേർക്ക് പറ്റില്ല. ഓക്കെ, അതുപോലെ തന്നെ 5 + 3 8 എന്ന് പറയും. എന്നാൽ എന്താണ് 8ൽ നിന്നും 5 പോയാൽ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കുട്ടി അത് കുറച്ചെടുക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ളതാണ് റിവേഴ്സിബിലിറ്റി എന്ന് പറയുന്നത്. പിന്നെ കൺസർവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? കൺസർവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അളവ് കൃത്യമായിട്ട് കുട്ടിക്ക് അറിയാൻ സാധിക്കും. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിം അളവിലുള്ള ഒരു സംഭവം വ്യത്യസ്ത പാത്രങ്ങളിൽ ഒഴിച്ചാലും അവിടെ പാത്രങ്ങളാണ് മാറുന്നത്, അളവ് മാറുന്നില്ല. വലിയ കുപ്പിയിൽ വെച്ചാലും പരന്ന കുപ്പിയിൽ വെച്ചാലും ഈ കൺസർവേഷൻ എബിലിറ്റി ഉള്ള കുട്ടിക്ക് മനസ്സിലാവും വലുതെടുത്താലും ഇതെടുത്താലും ശരിയാണ്, കാരണം രണ്ടിന്റെ അളവ് ഒന്നാണ്. പക്ഷെ ചെറിയ കുട്ടികളെ എനിക്ക് എന്ത് പറയും? എനിക്ക് ആ വലിയതല്ലോ മതി എന്ന് പറയും. അതിന്റെ അർത്ഥം എന്താ? അവന് മനസ്സിലാവും ആ കൺസർവേഷൻ എന്ന് പറയുന്ന എബിലിറ്റി വന്നിട്ടില്ല. എന്തുകൊണ്ടാണ് വലിയ കുപ്പിയിൽ? അപ്പൊ അവന്റെ വിചാരം ആ വലിയ കുപ്പിയിലാണ് കൂടുതൽ അളവുള്ളതെന്നാണ്. പക്ഷെ സെയിം അളവുള്ള സംഭവം വ്യത്യസ്തങ്ങളായിട്ടുള്ള പാത്രത്തിലേക്ക് ആക്കിയിരിക്കുകയാണ് എന്നുള്ള തിരിച്ചറിവ് അവനില്ല, ആ ചിന്തിക്കാനുള്ള കഴിവ് അവനില്ല. അത് കൺസർവേഷൻ എന്ന് പറയുന്ന സംഭവം ഇല്ലാത്തത് കൊണ്ടാണ്. കൺസർവേഷൻ വന്നിട്ടുള്ള ഒരു കുട്ടിയാണ് അഥവാ സ്ഥിര ധാരണ വന്നിട്ടുള്ള ഒരു കുട്ടിയാണ് എങ്കിൽ അവന് മനസ്സിലാകും ഇത് സെയിം അളവാണ്, പാത്രമാണ് മാറിയിട്ടുള്ളത് എന്നുള്ളത്. അതുപോലെ ഒബ്ജക്ട് പെർമനൻസ് അഥവാ വസ്തുസ്ഥിരത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും പിയാഷെയുടെ സ്റ്റേജിൽ വരുന്നതാണ്. ഫസ്റ്റ് സ്റ്റേജ് സെൻസറി മോട്ടോർ സ്റ്റേജിൽ വരുന്ന സംഭവമാണ്. പലതവണ കേട്ടിട്ട് ആവർത്തിച്ച് വന്നിട്ടുള്ളതാണ് ഒബ്ജക്ട് പെർമനൻസിന്റെ കാര്യം. അവിടെ എന്താണ്? ഒരു വസ്തുവിനെ മുമ്പിൽ നിന്ന് മാറ്റിയാൽ അത് സ്ഥിരമായിട്ട് പോയിട്ടില്ല, എന്താണ് താൽക്കാലികമായിട്ട് മാറിയിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ്, അതിനെയാണ് ഒബ്ജക്ട് പെർമനൻസ് എന്ന് പറയുന്നത്. അവിടെ കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ് കേട്ടോ. ബി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ദെൻ നമുക്ക് ഇനി പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഈ പിയാഷെയുടെ തിയറിയുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കേണ്ടതുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പിയാഷെയുടെ തിയറി ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു കേട്ടിട്ട് എക്സാം ഇല്ല. കാരണം എല്ലാ കേട്ടിലും ഒരു ചോദ്യം ഇതിൽ നിന്ന് പിയാഷെയുടെ തിയറിയിൽ നിന്ന് വരാറുണ്ട്. അപ്പൊ എന്തായാലും നമ്മൾ പഠിക്കണം. ഇതിനകത്ത് കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് ആണ് നമ്മൾ പറഞ്ഞു. ഇപ്പൊ നേരത്തെ പറഞ്ഞിട്ടുള്ള സീരിയേഷൻ ആയിരുന്നാലും കൺസർവേഷൻ ആയിരുന്നാലും റിവേഴ്സിബിലിറ്റി ആയിരുന്നാലും ഇതൊക്കെ എന്താണ്? എവിടെ വരുന്നതാണ്? കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിൽ വരുന്നതാണ്. അതേപോലെ തന്നെയാണ് നോക്കിയേ ലോജിക്കൽ തിങ്കിങ് കേട്ടോ.
ഇത് എപ്പോഴും ആവർത്തിച്ച് വരുന്നത്. യുക്തി ചിന്ത വരുന്നത് കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് ആണ്. ഏജ് വരുന്നത് എത്രയാണ്? 7 മുതൽ 11 വരെയാണ് കേട്ടോ. 7 മുതൽ 11, ചിലതിൽ 12 എന്ന് കാണുന്നുണ്ട്. ഓക്കെ, പക്ഷെ 7 മുതൽ 11 എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഓപ്ഷനിൽ 7 മുതൽ 12 ഉണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? അത് ഇതാക്കണം. ഓക്കെ, അപ്പോ എന്താണ് അത് പറഞ്ഞു? കൺസർവേഷൻ പറഞ്ഞു, ക്ലാസിഫിക്കേഷൻ പറഞ്ഞു, തരംതിരിക്കുക, സീരിയേഷൻ ക്രമപ്പെടുത്തുക, റിവേഴ്സിബിലിറ്റി കേട്ടാ. റിവേഴ്സിബിലിറ്റി എന്ന് പറഞ്ഞാല് പ്രത്യാവർത്തന ചിന്ത എന്ന് പറയുന്നത് കേട്ടാ. ഇതൊക്കെ എവിടെ വരുന്നതാണ്? കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിൽ വരുന്നതാണ്. പിയാഷയുടെ തന്നെ ഏറ്റവും അധികം ചോദ്യങ്ങൾ വന്നിട്ടുള്ള ഒരു ഏരിയ ആണ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത്. സോ ഇതെന്തായാലും പഠിക്കുക. ഇത് ലേറ്റർ ചൈൽഡ്ഹുഡിലാണ് ഉണ്ടാകുന്നത് ഈ സ്റ്റേജ് കേട്ടോ. അപ്പൊ ആ ഒരു സംഭവം കൂടി നിങ്ങൾ ഓർത്തു വെക്കുക. ഇനി അദ്ദേഹത്തിന്റെ മറ്റ് സ്റ്റേജുകൾ കൂടി നമുക്കൊന്ന് ജസ്റ്റ് പെട്ടെന്ന് പറഞ്ഞു നോക്കാം. സെൻസറി മോട്ടോർ സ്റ്റേജ് കേട്ടാ. സെൻസറി അതായത് ജനിച്ചത് മുതൽ 2 വയസ്സ് വരെ ഇന്ദ്രിയ ചാലകഘട്ടം. അതുപോലെ തന്നെ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് പ്രാഗ് മനോവ്യാപാര ഘട്ടം 2 മുതൽ 7 വരെ. കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് മൂർത്ത മനോവ്യാപാര ഘട്ടം 7 മുതൽ 11 അല്ലെങ്കിൽ 12 വരെ. ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത് 12+ അല്ലെങ്കിൽ 11+ വരെ മുതലുള്ള അതിന് ഔപചാരിക മനോവ്യാപാര ഘട്ടം കേട്ടോ. അപ്പോ ഇതാണ് അദ്ദേഹത്തിന്റെ സ്റ്റേജിന്റെ പേര്. അപ്പൊ നമ്മൾ കോഡ് വെച്ചിട്ട് ഓർത്ത് വെക്കുക. എന്താണ്? സെപ്റ്റംബർ കോഫി കേട്ടോ. സെപ്റ്റംബർ കോഫി ഓർത്ത് വെക്കുക. എസ് എന്നുള്ളത് സെൻസറി മോട്ടോർ സ്റ്റേജ്, പി എന്നുള്ളത് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, CO എന്നുള്ളത് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, എഫ് വരുന്നത് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് കേട്ടോ. അതാണ് ഈ കോഡ്. കാരണം അതിന്റെ ഓർഡർ ചിലപ്പോ തെറ്റിച്ചു കൊടുത്തിട്ട് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ അത് എഴുതണം. അതിനകത്ത് നമ്മൾ ഇപ്പൊ പറഞ്ഞത് കോൺക്രീറ്റ് ഓപ്പറേഷൻ 3ാമത്തെ സ്റ്റേജിൽ വന്നിട്ടുള്ള മാറ്റങ്ങളാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ അല്ലേ? ദെൻ അടുത്ത നോക്കാം. കുട്ടി ഒരു ദിശയിൽ മാത്രമേ ചിന്തിക്കുന്നുള്ളൂ, തിരിച്ചു ചിന്തിക്കുവാൻ അവന് സാധിക്കുന്നില്ല. ഈ അവസ്ഥയെ പിയാഷ വിളിച്ചത് എന്താണ്? പെട്ടെന്ന് കമന്റ് ചെയ്തേ. ലൈവിലില്ല എല്ലാരും അല്ലേ? ഫുഡൊക്കെ കയ്യിലെടുത്തിട്ട് ഫുഡും കഴിക്കുക, ലൈവും കാണാം കേട്ടോ. പെട്ടെന്ന് കമന്റ് ചെയ്യുക. ഏതാണ്? കുട്ടി ഒരു ദിശയിൽ മാത്രമേ ചിന്തിക്കുന്നുള്ളൂ കേട്ടോ. അങ്ങനെയാണെങ്കിൽ തിരിച്ചിന്തിക്കാൻ കുട്ടിക്ക് സാധിക്കുന്നില്ല. വെരി ഗുഡ്, ആൻസർ വരുന്നുണ്ട്. സുരഭി ഒത്തിരി പേര് ആൻസർ പറയുന്നുണ്ട്. അൻസാരി റിവേഴ്സ് ചോദ്യം ശ്രദ്ധിക്കുക. കുട്ടിക്ക് ഒരു ദിശയിൽ മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. 2 ദിശയിൽ ചിന്തിക്കുമ്പോഴാണ് റിവേഴ്സിബിലിറ്റി വരുന്നത് കേട്ടോ. 2 ദിശയിൽ ചിന്തിക്കാനുള്ള കഴിവാണ് റിവേഴ്സിബിലിറ്റി. ഇത് ഒരു ദിശയിൽ മാത്രം ചിന്തിക്കുമ്പോ അതേതാണ്? കൺസർവേഷനോ? റിവേഴ്സിബിലിറ്റി അല്ലെ? ഇറിവേഴ്സിബിലിറ്റി എന്നുള്ളതാണ്. റിവേഴ്സിബിലിറ്റി അല്ല വരുന്നത് അല്ലെ? ഒരു 5-6 കൂടി അവിടെ വരുന്നുണ്ട്. അതായത് തിരിച്ചു ചിന്തിക്കുക, ഒരു ദിശയിൽ മാത്രം ചിന്തിക്കുന്നതിനെ എന്താ പറയാ? ഇറിവേഴ്സിബിലിറ്റി എന്നാ പറയുന്നത്. മറ്റേത് റിവേഴ്സിബിലിറ്റി, 2 വശവും ചിന്തിക്കാൻ സാധിക്കുന്നു. ഇതില് റിവേഴ്സിബിലിറ്റി വരുന്നത് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിലാണെങ്കിൽ ഇറിവേഴ്സിബിലിറ്റി വരുന്നത് എവിടെയാണ്? പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിലാണ്. കാരണം അതിന്റെ തൊട്ട് മുമ്പുള്ള സ്റ്റേജിലാണ് ഇത് വരുന്നത് കേട്ടോ. ഇതൊരു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. കുട്ടിക്ക് ഒരു ദിശയിൽ മാത്രമേ ചിന്തിക്കാൻ സാധിക്കുന്നുള്ളൂ, അത് ഏത് സ്റ്റേജിലാണെന്ന്. അപ്പൊ അന്ന് മിക്ക പിള്ളേരും റിവേഴ്സിബിലിറ്റി എന്നുള്ള സംഭവത്തെ ഓർത്തുകൊണ്ട് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് എന്നുള്ള ആൻസർ ചെയ്ത് വെക്കേണ്ടായിരുന്നു. അത് മനസ്സിലാക്കുക. റിവേഴ്സിബിലിറ്റി ആണ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിലുള്ളത്. ഇത് വരുന്നത് എവിടെയാണ്? പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിലാണ്. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഡി ആണ്. ഓക്കെ, നിത പറയുന്നുണ്ട്, ആസിഫ പറയുന്നുണ്ട് കേട്ടോ. ഒത്തിരി പേര് പറയുന്നുണ്ട്. ഞാൻ ടൈപ്പ് ചെയ്തിട്ടാണ് വായിച്ചത് കേട്ടോ. ദെൻ അടുത്തയിലേക്ക് പോവുകയാണ്. പഠനവേളയിലെ ആശയ രൂപീകരണ പ്രക്രിയയിൽ പ്രവർത്തന ഘട്ടം, ബിംബന ഘട്ടം, പ്രതിരൂപാത്മക ഘട്ടം എന്നിവ സൂചിപ്പിക്കുന്നത് എനാക്റ്റീവ് സ്റ്റേജ്, ഐക്കോണിക് സ്റ്റേജ്, സിംബോളിക് സ്റ്റേജ്. ഇത് എവിടെയാണ് വരുന്നത്? ഏത് തിയറിയിലാണ് അല്ലെങ്കിൽ ആരുടെ തിയറിയിലാണ് ഇത് വരുന്നത്? പെട്ടെന്ന് കമന്റ് ചെയ്തേ എല്ലാവരും. വേഗം ഒന്ന് ഉഷാറായിട്ട് കമന്റ് ചെയ്തേ. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. എല്ലാവർക്കും അറിയാം അല്ലെ? ജെറോം എസ് ബ്രൂണറുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന സംഭവത്തിലാണ് ഈ പറഞ്ഞ പ്രവർത്തന ഘട്ടം, ബിംബന ഘട്ടം, പ്രതിരൂപാത്മക ഘട്ടം ഒക്കെ എന്ത് ചെയ്യുന്നത് വരുന്നത്. അഥവാ എനാക്റ്റീവ് സ്റ്റേജ്, ഐക്കോണിക് സ്റ്റേജ്, സിംബോളിക് സ്റ്റേജ് എന്ന് പറയുന്ന സംഭവം വരുന്നത് അല്ലെ? അപ്പൊ എങ്ങനെ നമ്മൾ കണക്ട് ചെയ്തു? അതിനകത്ത് എനാക്റ്റീവ് ഓർമ്മ ഉണ്ടാകുമെന്ന് വിചാരിക്കുകയാണ് അല്ലെ? അതുപോലെ തന്നെ
ഐക്കോണിക്, ഇവിടെയോ സിംബോളിക്. ഓക്കെ, അപ്പൊ അതിങ്ങനെ എനിക്ക് സിമ്പതി ഇല്ല ബ്രോ അങ്ങനെ കണക്ക് ചെയ്താൽ മതി. എനിക്ക് ഇംഗ്ലീഷിൽ എഴുതാട്ടാ, സിമ്പതി, എനിക്ക് സിമ്പതി സിമ്പതി ഇല്ല ബ്രോ കേട്ടോ. എങ്ങനെ മനസ്സിലായി? എനിക്ക് എന്ന് പറയുന്ന എനിക്കണ്ട ഇനാക്റ്റീവിന്റെ ആണ് പറയുന്നത് ഇയൻ കേട്ടാ. പിന്നെ ഇവിടെ വരുന്നതോ ഐക്കോണിക്, സിംബോളിക്, ബ്രോ എന്ന് പറയുന്ന ബ്രൂണർ. അപ്പൊ ഇദ്ദേഹത്തിൻ്റെതാണെന്നൊന്ന് കണക്ട് ചെയ്തിട്ട് ഓർക്കുക. ഓക്കെ, അതാണ് എനാക്റ്റീവ്, ഐക്കോണിക്, സിംബോളിക്. എനാക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ആക്ഷനിലൂടെയാണ് കുട്ടി എന്ത് ചെയ്യുന്നത്, കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്, പഠിക്കുന്നത്, ലേണിംഗ് നടക്കുന്നത്. എന്താണ് ആക്ഷൻ, അവിടെ കീ പോയിന്റ് ആക്ഷൻ ആണ്. ഇവിടെയോ ഇവിടെ ഇമേജസ് ആണ്. ഐക്കോണിക്കിൽ വരുന്നത് ഇമേജസ് ആണ്, ചിത്രങ്ങൾ. മനസ്സിലാവണ്ട, ഇവിടെ ഈ ഒറ്റ കീ പോയിന്റ് കൊണ്ട് ബാക്കി എക്സ്പ്ലനേഷൻ കൊടുക്കാം. നമ്മൾ ടെക്സ്റ്റിലും സംഭവത്തിലൊക്കെ എനാക്റ്റീവ്, ഐക്കോണിക് പാരഗ്രാഫ് പോലെ ഇങ്ങനെ വിശദീകരിച്ച് കിടക്കുന്നുണ്ടാകും. പക്ഷേ ലാസ്റ്റ് ടൈമിലൊക്കെ അത് വായിച്ചു നോക്കാനുള്ള സമയം നമുക്കൊന്നും ഉണ്ടാവില്ല. ജസ്റ്റ് എന്ത് കീ കോഡ് അവിടെ നിന്ന് ഓർത്ത് വെക്കുക. ഇമേജസ് ആണ് ഐക്കോണിക്കിൽ വരുന്നത്, എനാക്റ്റീവിലെ ആക്ഷൻസ്, സിംബോളിക്കിൽ എന്താ വരുന്നത്, വേർഡ്സ് ആൻഡ് സിമ്പിൾസ് ആണ് കേട്ടോ. വേർഡ്സ് ആൻഡ് സിമ്പിൾസ്. ഓക്കെ, ഇതാണ് വരുന്നത്. അപ്പൊ കറക്റ്റ് ആൻസർ ജെറോം എസ് ബ്രൂണർ ആണ്. അദ്ദേഹത്തെ കുറിച്ച് കുറച്ച് പോയിന്റ്സ് നമ്മൾ ഓർത്തു വെക്കണം. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ആണ് നേരത്തെ പറഞ്ഞ പിയാഷെയുടെ സംഭവമാണ് പറയുന്നത്. കുറച്ച് തിയറികളും കുറച്ച് ആളുകളുടെ പേര് നമ്മൾ ഓർത്തു വെക്കാം. ഈ തിയറിയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണ് ഇപ്പൊ ബ്രൂണറുടെയും പിയാഷെയുടെ ഒക്കെ നമ്മൾ പറഞ്ഞത് അല്ലെ, ലേണിംഗ് തിയറിയുമായി ബന്ധപ്പെട്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, പ്രധാനപ്പെട്ട കുറച്ച് തിയറികളും അതിന്റെ ആളുകളെ നിർബന്ധമായിട്ട് നമ്മൾ പഠിച്ചു വെക്കുക. അതിനകത്ത് ഒന്നാണ് നേരത്തെ പറഞ്ഞ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് പിയാഷെയുടേത്. ഓക്കെ, അവിടെ സ്കീമ, അസിമിലേഷൻ സ്വാംശീകരണം, അക്കോമഡേഷൻ സംസ്ഥാപനം, അഡാപ്റ്റേഷൻ, അതുപോലെ തന്നെ ജെറോം എസ് ബ്രൂണറുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഓർത്തു വെക്കുക കേട്ടോ. ഇതൊക്കെ ഇവരുടെ തിയറിയുമായിട്ട് കാണുന്നത്. സ്കീമ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സ്കീമ എന്ന് പറഞ്ഞാൽ ഉള്ള അറിവിനെയാണ് സ്കീമ, കുട്ടിക്കുള്ള ഒരു അറിവിനെയാണ് സ്കീമ എന്ന് പറഞ്ഞാൽ. അസിമിലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ള അറിവ് വെച്ച് പുതിയൊരു കാര്യത്തെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുക, അതിനെയാണ് അസിമിലേഷൻ എന്ന് പറഞ്ഞാൽ. അക്കോമഡേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, സംസ്ഥാപനം. ആ തെറ്റായ ഇതുണ്ടല്ലോ, ഒരു പുതിയൊരു കാര്യത്തെ കാണുമ്പോൾ ഇതാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടിക്ക് കൊടുക്കുക, അറിവ് കൊടുക്കുക. നമ്മളത് സിമ്പിൾ വേർഡിൽ പറയണ കേട്ടോ, സാധാരണ ഒരു നാടൻ ഭാഷയിൽ അങ്ങനെ പറയാണ്. സൈക്കോളജിക്കൽ വേർഡ്സ് ഉപയോഗിച്ച് കുറെ സംഭവങ്ങൾ നമുക്ക് പറയാൻ സാധിക്കും. പക്ഷെ ഇത് എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. ഇപ്പോൾ ഈ ബ്രെയിനിന്റെ സംഭവമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ നമ്മൾ കുട്ടിയുടെ സ്കീമ എന്ന് പറയുന്നുണ്ടോ, സ്കീമ ഈ ബ്ലോക്ക് ആണ്, ബ്ലോക്ക് ആയിട്ട് വരാം. ഇവിടെ അമ്മ എന്ന് പറയുന്ന ഒരു സ്കീം കുട്ടിക്ക് ഉണ്ടെന്ന് വിചാരിക്കുക, അമ്മ ഉണ്ടോ. അപ്പൊ ഈ അമ്മ എന്ന് പറയുന്ന സ്കീമ മാത്രമേ കുട്ടിക്കുള്ളൂ. അപ്പൊ വീട്ടിൽ അമ്മായി വരുമ്പോ കുട്ടി എന്ത് ചെയ്യുന്നു, അമ്മായിയേയും കയറി അമ്മ എന്ന് വിളിക്കുന്നു. അപ്പൊ അമ്മായി എന്ന് പറയുന്ന പുതിയൊരു സംഭവത്തെ കാണുമ്പോ കുട്ടി എന്താ വിളിക്കണത്, ഉള്ള അറിവ് അമ്മയാണ്. ആ അമ്മ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, അമ്മ എന്ന് വിളിക്കുന്നു. അപ്പൊ ആ ഒരു എക്സ്പ്ലനേഷൻ ആണ് നമ്മൾ അസിമിലേഷൻ എന്ന് പറയാ. കുട്ടിക്ക് അത് അറിയില്ല അമ്മായി ആണെന്ന്, കുട്ടിക്ക് ആകെ അറിയുന്ന അമ്മയാണ്. ആ ഒരു വെച്ചിട്ട് കുട്ടി എന്ത് ചെയ്യുന്നു, എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നു കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കണമെങ്കിൽ അതിനെയാണ് അസിമിലേഷൻ എന്ന് പറയാ. അക്കോമഡേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോ അച്ഛൻ തിരുത്തി കൊടുക്കുന്നു, മോൻ ഇതല്ല, ഇതെന്താണ്, അമ്മായി ആണ് എന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ അമ്മായി എന്നുള്ള സ്കീമ കൂടി കുട്ടി എന്ത് ചെയ്യുന്നു, ബ്രെയിനിലേക്ക് കൊണ്ടുവരുന്നു. ഇതിനെയാണ് അക്കോമഡേഷൻ എന്ന് പറയാം. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കാണ്, ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കാണ് കേട്ടോ. ഓക്കെ, മനസ്സിലായോ? ഈ ഒരു ടേംസ് എന്തായിരുന്നാലും നമ്മൾ മനസ്സിലാക്കി വെക്കണം. അതായത് പിയാഷെയുടെ. ഇനി ബ്രൂണറുടെ നേരത്തെ പറഞ്ഞു, ആക്റ്റീവ് സ്റ്റേജ് പ്രവർത്തന ഘട്ടം, ഐക്കോണിക് സ്റ്റേജ് ബിംബന ഘട്ടം, അതുപോലെ സിംബോളിക് സ്റ്റേജ് പ്രതിരൂപാത്മക ഘട്ടം. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, അവിടെ കീ പോയിന്റ് മാത്രം നിങ്ങൾ ഓർത്താൽ മതി. എനാക്റ്റീവ് എന്ന് പറഞ്ഞാൽ പ്രവർത്തിച്ചുകൊണ്ട് അല്ലെ, ആക്ഷൻ ആണ് അവിടെ വരയ്ക്കുന്നത്. എന്താണ് പ്രവർത്തന, ത്രൂ ആക്ഷൻസ് ആണ് പഠിക്കുന്നത്, ലേണിംഗ് നടക്കുന്നത്. ഇവിടെയോ, ഇവിടെ എന്താണ്, ഇമേജസ് ആണ് അല്ലെ, ഇവിടെ ഇമേജസ് ആണ് വരുന്നത്. ഇവിടെ വേർഡ്സ് ആൻഡ് സിമ്പിൾസ് ആണ് വരുന്നത്. അത് നിങ്ങൾ ഓർത്തു വെക്കുക. പിന്നെ ഇദ്ദേഹത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ടേമാണ് ഡിസ്കവറി ലേണിംഗ് എന്ന് പറയുന്നത്. ഡിസ്കവറി ലേണിംഗ്, കണ്ടെത്തൽ പഠനം അല്ലെ, കുട്ടികൾ സ്വയം എന്ത് ചെയ്യണം, കണ്ടെത്തി പഠിക്കണം എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഡിസ്കവറി ലേണിംഗ് അത് ആരുടേതാണ്, ബ്രൂണറുടേതാണ്. പിന്നെ സ്പൈറൽ കരിക്കുലം, ചാക്രികാരോഹണ പഠനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, പഴയ അറിവിനെ കൂട്ടിച്ചേർത്ത് എന്ത് ചെയ്യുക, അറിവിന്റെ ആ സംഭവം വികസിപ്പിക്കാം എന്ന് പറഞ്ഞാൽ ആദ്യം കുട്ടിയെ കമ്പ്യൂട്ടറിനെ കുറിച്ച് പഠിപ്പിക്കുന്നു അല്ലെ, ഗ്രേഡ് 1 ഗ്രേഡ് 2 ആകുമ്പോൾ കുറച്ചും കൂടി കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. ഗ്രേഡ് 3 ആകുമ്പോൾ അങ്ങനെ കൂട്ടി എന്ത് ചെയ്യുക, കൊണ്ടുപോകുക. അപ്പൊ ഗ്രേഡ് 1 കമ്പ്യൂട്ടറിന്റെ ബേസിക് കാര്യങ്ങൾ പഠിപ്പിച്ച ഒരു കുട്ടിയെ 2ാം ക്ലാസ്സിൽ വരുമ്പോൾ എന്ത് ചെയ്യേണ്ട, ആ സെയിം സംഭവം തന്നെ പഠിപ്പിക്കേണ്ട. പക്ഷെ റീകോൾ എടുത്ത് എന്ത് ചെയ്യാം, ആ പിയർ നോളജിനെ കണക്ട് ചെയ്തിട്ട് അടുത്തൊരു അറിവിലേക്ക് എന്ത് ചെയ്യാം, പോകാവുന്നതാണ് കേട്ടോ.
അപ്പോൾ ഇവിടെ ആ രൂപത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ കോൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ എന്ന് പറയുന്നതും ഇദ്ദേഹവുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ടേം ആണ് എന്ന് ഓർത്തു വെക്കുക. ക്ലിയർ? ദെൻ അടുത്തത് അച്ചീവ്മെന്റ് മോട്ടിവേഷൻ കേട്ടോ. അച്ചീവ്മെന്റ് മോട്ടിവേഷൻ പ്രധാനപ്പെട്ട തിയറികളും ടേംസുകളും ആളുകളുമാണ് നമ്മൾ പറയുന്നത്. മക്ലെലൻഡിന്റെയാണ് അച്ചീവ്മെന്റ് മോട്ടിവേഷൻ വരുന്നത്. മക്ലെലൻഡുമായി ബന്ധപ്പെട്ട് വരുന്ന നീഡ്സുകൾ, നീഡ് ഫോർ പവർ, നീഡ് ഫോർ അച്ചീവ്മെന്റ്, നീഡ് ഫോർ അഫിലിയേഷൻ, ഇതൊക്കെ ആരുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്? നമ്മുടെ മക്ലെലൻഡുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. മെക്ലെലൻഡിന്റെ ഈ ചോദ്യം രണ്ട് രൂപത്തിൽ ചോദിച്ചിട്ടുണ്ട്. അച്ചീവ്മെന്റ് മോട്ടിവേഷൻ ആരുടേതാണെന്ന് ചോദിച്ചിട്ടുണ്ട്, അത് മെക്ലെലൻഡ് ആണ്. അതുപോലെ കഴിഞ്ഞൊരു എക്സാമിന് നീഡ് ഫോർ പവർ, നീഡ് ഫോർ അച്ചീവ്മെന്റ്, നീഡ് ഫോർ അഫിലിയേഷൻ ആരുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ചോദിച്ചാലും എന്താണ് മെക്ലെലൻഡ് എന്നുള്ളതാണ് ആൻസർ. അവിടെ മനസ്സിലാക്കി വെക്കുക. ഇനി മോറൽ ഡെവലപ്മെന്റ് അഥവാ നൈതിക വികാസ സിദ്ധാന്തം, അടുത്തൊരു സിദ്ധാന്തത്തിന്റെ പേരാണ് മോറൽ ഡെവലപ്മെന്റ്. അത് കോൾബർഗിന്റേതാണ്. നൈതിക വികാസ സിദ്ധാന്തം കോൾബർഗിന്റേതാണ്. ദെൻ സോഷ്യൽ ലേണിംഗ് തിയറി, ബന്ധൂര സാമൂഹിക പഠന സിദ്ധാന്തം എന്ന് പറയുന്നത് ആരുടേതാണ്? ബന്ധൂരയുടേതാണ്. ഒബ്സർവേഷൻ ലേണിംഗ് തിയറി എന്നും ഇതിന് പേര് നിരീക്ഷണ പഠനം കേട്ടോ. രണ്ടുപേരുണ്ട്, മനസ്സിലാക്കുക. അതെന്താണ്? ഇദ്ദേഹത്തിൻ്റെതാണ് കേട്ടോ. പിന്നെ സൈക്കോ അനാലിസിസ് ആരുടേതാണ്? സൈക്കോ അനാലിസിസ് സിഗ്മണ്ട് ഫ്രോയിഡിന്റേതാണ് സൈക്കോ അനാലിസിസ്. അപ്പൊ ഇതൊക്കെ പ്രധാനപ്പെട്ട സംഭവങ്ങളാണ്, ഒന്ന് ഓർത്തു വെക്കുക. അടുത്തത് സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ്, മനോ സാമൂഹിക വികാസം, എറിക്സന്റെ ആണ് കേട്ടോ. മനോ സാമൂഹിക വികാസം എറിക്സൺ. പിന്നെ ക്ലാസിക്കൽ കണ്ടീഷനിങ് പാവ്ലോ, ഓപ്പറന്റ് കണ്ടീഷനിങ് ബി.എഫ്. സ്കിന്നർ, ട്രയൽ ആൻഡ് എറർ തിയറി ആരുടേതാണ്? ശ്രമപരാജയ സിദ്ധാന്തം എന്ന് പറയുന്നത് തോണ്ടേക്കിന്റെയാണ് കേട്ടോ. തോണ്ടേക്കിന്റെയാണ് ശ്രമപരാജയ സിദ്ധാന്തം എന്ന് പറയുന്നത്. പിന്നെ റിസപ്ഷൻ ലേണിംഗ്, ഇത് പലതവണ ആവർത്തിച്ച് വന്നിട്ടുള്ളതാണ് റിസപ്ഷൻ ലേണിംഗ് എന്ന് പറയുന്നത്. അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. സാധാരണ ഒസബലിന്റെ തിയറിയുടെ പേരാണ് പലപ്പോഴും ചോദിച്ച് കാണുന്നത് കേട്ടോ. ഉള്ളിൽ നിന്നുള്ള ചോദ്യത്തെക്കാൾ കൂടുതൽ ആ പേര് ഇങ്ങനെ ചോദിക്കും. സ്വീകരണ പഠനം എന്ന് പറയുന്നത് ആരുടേതാണ്? ഒസബലിന്റേതാണ്. അദ്ദേഹത്തിന്റെ തന്നെ മറ്റൊരു ടേമാണ് അഡ്വാൻസ് ഓർഗനൈസർ എന്ന് പറയുന്നത് കേട്ടോ. അഡ്വാൻസ് ഓർഗനൈസർ, അതുകൂടി ഒന്ന് ഓർത്ത് വെക്കുക. അഡ്വാൻസ് ഓർഗനൈസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പാഠത്തിലേക്ക് കടക്കാൻ പോകുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾ ഉണ്ടല്ലോ. നമ്മളൊരു ടോപ്പിക് എടുക്കാൻ പോവുകയാണ്, ഒരു പാഠഭാഗം എടുക്കാൻ പോവുകയാണ്. നമ്മൾ ആ പാഠഭാഗത്തിലേക്ക് ഇന്നൊരു പാഠം പഠിക്കാം എന്ന് പറഞ്ഞ് കയറുന്നതിനേക്കാൾ നല്ലത് ആ പാഠഭാഗത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന, ടീച്ചർ ഉപയോഗിക്കുന്ന ടൂളിനെയാണ് അഡ്വാൻസ് ഓർഗനൈസർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു സ്റ്റോറി പറഞ്ഞിട്ട് തുടങ്ങും, ഒരു കഥ പറയട്ടെ, എല്ലാവർക്കും കഥ ഇഷ്ടമല്ലേ എന്ന് ഞാൻ ഒരു കഥ പറയാം എന്ന് പറഞ്ഞ് കഥ പറഞ്ഞു തുടങ്ങുന്നു. പക്ഷെ നമ്മുടെ ഉദ്ദേശം എന്താണ്? ആ കഥയെ ഈ പാഠഭാഗത്തിലേക്ക് കണക്ട് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതാണ് അഡ്വാൻസ് ഓർഗനൈസർ എന്ന് പറയുന്നത്. അത് ഓസബെല്ലിന്റേതാണ്. പിന്നെ മീനിങ് ഫുൾ വെർബൽ ലേണിംഗും എന്ന് അദ്ദേഹത്തിന്റെ തിയറിക്ക് പേരുണ്ട് കേട്ടോ. റിസപ്ഷൻ ലേണിംഗ്, അതുപോലെ തന്നെ മീനിങ് ഫുൾ വെർബൽ ലേണിംഗ്, അർത്ഥപൂർണ്ണമായിട്ടുള്ള പഠനമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. റൂട്ട് ലേണിംഗ് അദ്ദേഹത്തിന്റെ ഒരു കോൺസെപ്റ്റ് അല്ല. റൂട്ട് ലേണിംഗ് എന്ന് പറഞ്ഞാൽ കാണാപ്പാഠം പഠിക്കുക, ആശയങ്ങളൊന്നും മനസ്സിലാക്കാതെ കാണാപ്പാഠം പഠിക്കുന്നതിന് റൂട്ട് ലേണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ എന്തല്ല ഒരു കോൺസെപ്റ്റ് അല്ല. പിന്നെ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം, വൈഗോട്സ്കിയുടെ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം എന്നുള്ളത് അഥവാ സാമൂഹ്യജ്ഞാന നിർമ്മിതിവാദം വൈഗോട്സ്കിയുടെ കേട്ടോ. അത് വൈഗോട്സ്കിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഓർത്തു വെക്കുക. വൈഗോട്സ്കിയുടെ തന്നെ ഓർത്തു വെക്കേണ്ട 2-3 പദങ്ങളാണ്. എന്താണ്? ZPD, MKO, റെസിപ്രോക്കൽ ടീച്ചിങ്, കോപ്പറേറ്റ് ലേണിംഗ്, കൊളാബറേറ്റ് ലേണിംഗ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ZPD എന്ന് പറയുന്നത് അതിന്റെ ഫുൾ ഫോം നമ്മൾ അറിഞ്ഞു വെക്കുക. എന്താണ്? സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്. ഓക്കെ, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്നുള്ളതാണ് അതിന്റെ ഫുൾ ഫോം ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ മോർ നോളജബിൾ അതർ, MKO എന്ന് പറഞ്ഞാൽ മോർ നോളജബിൾ അതർ. ZPD എന്ന് ഉദ്ദേശിക്കുന്നത് അതായത് കുട്ടിക്ക് ഒരാളുടെ പിന്തുണ ഉണ്ടെങ്കിൽ, ഒരാളുടെ ഒരു കൈത്താങ് ഉണ്ടെങ്കിൽ പഠനത്തിന്റെ ഒരു ഏരിയ കവർ ചെയ്യാൻ കുട്ടിക്ക് സാധിക്കുന്നുവെങ്കിൽ ആ ഒരു സോണിനെയാണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അതുപോലെ MKO എന്ന് പറയുന്ന മോർ നോളജബിൾ അതർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടിയേക്കാൾ അറിവുള്ള എന്തിനേയും ആരെയും നമുക്ക് എന്ത് പറയാം? MKO എന്ന് പറയാം. മനസ്സിലാവണ്ട? കുട്ടിക്ക് സംഭവം പറഞ്ഞു കൊടുക്കാൻ കഴിവുള്ള ആരെയും നമുക്ക് എന്ത് പറയാം? മോർ നോളജബിൾ അതർ എന്ന് പറയാവുന്നതാണ്. ദെൻ റെസിപ്രോക്കൽ ടീച്ചിങ് എന്ന് പറയുന്നത് വൈഗോട്സ്കിയുടെ ആശയമാണ് കേട്ടോ. വൈഗോട്സ്കിയുടെ ഇവിടെ വൈഗോട്സ്കിയുടെ തിയറിയുടെ പ്രത്യേകത പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ നമ്മൾ പഠനത്തെ മനസ്സിലാക്കിയതുപോലെ ഒറ്റയ്ക്കിരുന്ന് ഇങ്ങനെ പഠിക്കുന്ന ഒരു സമ്പ്രദായത്തെ അല്ല അദ്ദേഹം പ്രോത്സാഹിപ്പിക്കുന്നത്. മറിച്ച് എന്താണ്? സാമൂഹിക ഇടപെടലിലൂടെ എന്ത് ചെയ്യുക? പഠനത്തെ പ്രേരിപ്പിക്കുക, പഠനത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെ നോക്കുമ്പോൾ ഇപ്പൊ കോപ്പറേറ്റീവ് ലേണിംഗ്, സഹകരണാത്മക പഠനവും സഹവർത്തിത പഠനവും ഒക്കെ നോക്കുമ്പോഴും വേറൊരാളുമായിട്ട് കണക്ഷൻ ഉണ്ട് അവിടെ. ആ പഠനത്തിന്, ആ പഠനം നേടിയെടുക്കുന്നതിന് വേറൊരാളുമായിട്ട് ബന്ധമുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അതൊക്കെ ഇദ്ദേഹത്തിന്റെ ഒരു തിയറിയുടെ പ്രത്യേകതയാണ്. റെസിപ്രോക്കൽ ടീച്ചിങ് എന്ന് പറയുന്നതും അങ്ങനെ തന്നെയാണ്. അപ്പൊ അതില് ഇദ്ദേഹത്തിന്റെ ആശയമാണ്, വൈഗോട്സ്കിയുടെ ആശയമാണ്. പക്ഷെ അത് ഡെവലപ്പ് ചെയ്ത ആളുകൾ ആരൊക്കെയാണ്?
ആൻ ബ്രൗണും അതുപോലെ പലിൻസ്കറും കേട്ടോ. ഈ പേര് മറന്നു പോകണ്ട. ആൻ ബ്രൗൺ ആൻഡ് പലിൻസ്കർ ആണ് ഈ റെസിപ്രോക്കൽ ടീച്ചിങ് എന്ന് പറയുന്ന സംഭവത്തെ എന്ത് ചെയ്തത്, ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ആരുടെ ആശയത്തിൽ നിന്നാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വൈഗോട്സ്കിയുടെ ആശയത്തിൽ നിന്നാണ് എന്നുള്ളത് ഓർത്തു വെക്കുക. പിന്നെ കോപ്പറേറ്റീവ് ലേണിംഗും കൊളാബറേറ്റീവ് ലേണിംഗ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. കുട്ടികൾക്ക് പരിചയമുള്ള ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ട് പുതിയൊരു കാര്യം പഠിപ്പിക്കുവാൻ ഗോപിക ടീച്ചർ ശ്രമിക്കുന്നു. ഇവിടെ ടീച്ചറുടെ സമീപനം ഏതാണ്? റഷീദ് ഹോട്ടലിൽ പോയ കഥ. അതെ, ആ കഥ ഓർത്താ മതി. അത് ഓർത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓസ്റ്റബലിന്റെ തിയറികളിലൊക്കെ കണക്ട് ചെയ്ത് വെക്കാന്നൊരു കോഡാണ് റഷീദ് പറഞ്ഞത് കേട്ടോ. അപ്പോ ഇവിടെ കുട്ടികൾക്ക് പരിചയമുള്ള ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ട് പുതിയൊരു കാര്യം പഠിപ്പിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ. ഇവിടെ ടീച്ചറുടെ സമീപനം ഏതാണെന്നാ പറയുന്നത്? ലെക്ചർ മെത്തേഡ് ആണോ, ഇൻഡക്റ്റീവ് മെത്തേഡ് ആണോ, ഡിഡക്റ്റീവ് മെത്തേഡ് ആണോ, നൺ ഓഫ് ദീസ് ആണോ? ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഒരുപാട് പേര് ആൻസർ പറയുന്നുണ്ട്. എന്താണ് ഇൻഡക്റ്റീവ് മെത്തേഡ്, ഡിഡക്റ്റീവ് മെത്തേഡ് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. നമുക്കറിയാം ഒരുപാട് ടീച്ചിങ് മെത്തേഡ്സുകൾ വരുന്നുണ്ട്, അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട 2 ടീച്ചിങ് മെത്തേഡാണ് ഇൻഡക്റ്റീവ് മെത്തേഡും ഡിഡക്റ്റീവ് മെത്തേഡും കേട്ടോ. ആഗമന രീതി, നിഗമന രീതി എന്നുള്ളത്. ഓക്കെ, ഡിഡക്റ്റീവ് മെത്തേഡ് ഇവിടെ നമ്മൾ ഇങ്ങനെ ഓർത്താൽ മതി. ഒരു സംഭവം ഓർത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, കിട്ടുന്നതാണ് ഈ ഡിഡക്റ്റീവ് എന്ന് പറയുന്ന. ഡിഡക്റ്റീവ് എന്താണല്ലോ അവിടെ നമ്മൾ എന്താണ് ചില പിള്ളേരെ നമ്മൾ പറയില്ലേ ക്ലാസ്സിൽ, നിങ്ങൾ എന്താണ് ഈ ചത്ത പോലെ ഇരിക്കുന്നത്, ഒരു പ്രതികരണവും ഇല്ലാതെ നമ്മൾ സാധാരണ ടീച്ചേഴ്സ് ഇങ്ങനെ പറയാറുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്താൽ മതി കേട്ടാ. ഡെഡ് എന്നുള്ള രൂപത്തിൽ കണക്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ കുട്ടികൾ നമ്മൾ പലപ്പോഴും വരുന്ന കുട്ടികൾ ചത്ത പോലെ ഇരിക്കുന്നത് എന്തുകൊണ്ട് കുട്ടികൾ അങ്ങനെ ഇരിക്കുന്നു? കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാത്തത് കൊണ്ടാണ് അല്ലെ. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ആക്ടിവിറ്റിയോ സംഭവങ്ങളോ ഒക്കെ വരുമ്പോഴാണ് കുട്ടികൾ എന്താകുന്നത്, ആക്റ്റീവ് ആകുന്നത്. അപ്പൊ ആക്റ്റീവ് ആകുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ് കുട്ടികൾ ആ ക്ലാസ്സിനോട് വലിയ താല്പര്യം ഇല്ല. അതുകൊണ്ടാണ് കുട്ടികൾ ഇത് കേട്ടിട്ട് സഹിച്ചിരിക്കട്ടെ എന്നുള്ള രൂപത്തിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഈ ഡിഡക്റ്റീവ് മെത്തേഡിൽ അങ്ങനെ കണക്ട് ചെയ്താൽ നമുക്ക് മനസ്സിലാകും അവിടെ ടീച്ചർ സെന്റേർഡ് ആയിട്ടാണ് വരുന്നത്. ടീച്ചർക്കാണ് അവിടെ എന്ത് വരുന്നത്, റോള് വരുന്നത് കേട്ടോ. ടീച്ചർ സെന്റേർഡ് ആണ് വരുന്നത്, റോള് വരുന്നത്. അത് മാത്രമല്ല ടീച്ചർ അവിടെ ചെയ്യുന്നത് അൺനോൺ ടു നോൺ ആണ്. അറിയാത്ത കാര്യങ്ങളിൽ നിന്നും അറിയുന്ന കാര്യങ്ങൾ. ആദ്യം തന്നെ എന്ത് ചെയ്യുക, അറിയാത്ത കുറെ കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ട് അറിയുന്ന കാര്യങ്ങൾ. അപ്പോൾ ടീച്ചർ സെന്റേർഡ് ആകുമ്പോഴും കുട്ടികൾക്ക് ആദ്യം അറിയാത്ത കാര്യങ്ങൾ പറയുമ്പോഴും സ്വാഭാവികമായിട്ടും കുട്ടികൾ എന്ത് ചെയ്യും, ബോറടിച്ചിരിക്കും, പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. അതാണ് ഡിഡക്റ്റീവ് മെത്തേഡിന്റെ പ്രത്യേകത. എന്നാൽ ഇൻഡക്റ്റീവ് മെത്തേഡ് എന്ന് പറയുമ്പോൾ അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഏരിയയാണ്, സംഭവമാണ് അല്ലെ. കാരണം അവിടെ റോള് വരുന്നത് എന്താണ്, ടീച്ചർക്കല്ല കുട്ടികൾക്കാണ്. ലേണേഴ്സ് സെന്റേർഡ് ആണ് അല്ലെ, ലേണേഴ്സ് സെന്റേർഡ് ആണ്. അതേപോലെ തന്നെ നോൺ ടു അൺനോൺ ആണ്. കുട്ടികൾക്ക് അറിയുന്ന കാര്യങ്ങളാണ് പറയാം. അറിയുന്ന കാര്യങ്ങൾ പറയുമ്പോൾ അതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ പറയാനും കാര്യങ്ങൾ പറയാനും കുട്ടികൾക്ക് എന്തുണ്ടാവും, താല്പര്യം ഉണ്ടാകും അല്ലെ. അതുകൊണ്ട് നോൺ ടു അൺനോൺ ആണ്. അറിയുന്നതിൽ നിന്നും അറിയാത്തതിലേക്കാണ് ഇൻഡക്റ്റീവ് മെത്തേഡ് വരുന്നതെങ്കിൽ ഡിഡക്റ്റീവ് മെത്തേഡ് വരുന്നത് അൺനോൺ ടു നോൺ അഥവാ അറിയാത്തതിൽ നിന്നും അറിയുന്നതിലേക്കാണ്. അപ്പൊ അറിയുന്ന കാര്യം ഒരാളോട് നമ്മൾ പറയുമ്പോൾ അയാൾക്ക് അത് കേൾക്കാനും ഡിസ്കസ് ചെയ്യാനും അതിനെക്കുറിച്ച് പറയാനൊക്കെ താല്പര്യം ഉണ്ടാവും. നേരെ മറിച്ച് അയാൾക്ക് അറിയാത്ത കാര്യമാണ് എങ്കിൽ എന്താ സംഭവിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ബോറടിച്ചിരിക്കും. അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഇൻഡക്റ്റീവ് മെത്തേഡ് ആണ് കേട്ടോ. അപ്പൊ സൈക്കോളജിയുടെ ഭാഗങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ നോക്കി പോകണം. ഇനി ഈ സൈക്കോളജിയിൽ തന്നെ നമ്മളെ അധികം ബുദ്ധിമുട്ടിക്കാതെ കുറച്ച് ചോദ്യങ്ങളുണ്ട്. അതാണ് നമ്മൾ ഇത് പറയാൻ പോണ കേട്ടോ. അതായത് ബുദ്ധിമുട്ടിക്കില്ല, നമ്മൾ പഠിച്ചിട്ടില്ല എന്ന് തന്നെ വിചാരിക്കുക. പക്ഷെ നമുക്കൊന്ന് വായിച്ചു നോക്കിയാൽ എന്താകും, ഒരു ലോജിക്ക് വെച്ചിട്ട് കോമൺ സെൻസ് വെച്ച് നമുക്ക് ചെയ്യാവുന്ന ചോദ്യങ്ങളുണ്ട്. അങ്ങനെ ബുദ്ധിമുട്ടിക്കാത്ത കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, നോക്കാം. നിങ്ങളൊന്ന് ആൻസർ പറഞ്ഞ് നോക്കാം കേട്ടോ. ആശ അക്ഷരങ്ങൾ തെറ്റിയാണ് എഴുതുന്നത്, വാക്കുകൾ തമ്മിൽ ചേർത്ത് എഴുതുന്നു, ചിലപ്പോൾ ഒരേ വാക്ക് 2 തവണ വരുന്നു. അധ്യാപകർക്കുള്ള അനുയോജ്യമായ ഇടപെടൽ ഏതാണ്? കണ്ടോ, ഇത് നമ്മൾ പഠിച്ചില്ലെങ്കിലും നമ്മുടെ കോമൺ സെൻസ് ഉപയോഗിച്ചുകൊണ്ട് ആസ് എ ടീച്ചർ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതാണ് നമ്മൾ ബുദ്ധിമുട്ടിക്കാത്ത ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. എല്ലാം അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എളുപ്പമായി അല്ലേ. പക്ഷെ എല്ലാം അങ്ങനെ ആവില്ല. ഏതെങ്കിലുമൊക്കെ 2-3 കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. അപ്പൊ ഏതാണ് ആൻസർ വരുന്നത് പറഞ്ഞേ. ഇവിടെ എന്താണ്, ആശയ്ക്ക് അക്ഷരങ്ങൾ തെറ്റിയാണ് ആശ എഴുതുന്നത് അല്ലെ. വാക്കുകൾ തമ്മിൽ ചേർത്ത് എഴുതാനോ ഒരേ വാക്കുകൾ 2 തവണ വരുന്ന അങ്ങനത്തെ ഒരു സാഹചര്യമാണ് എങ്കിൽ ഏതാണ്,
വിദ്യാർത്ഥി വേർതിരിച്ച് വേറെ ക്ലാസ്സിൽ കൊണ്ടുവിടണോ? അങ്ങനെ ചെയ്യോ? ഒരു ടീച്ചർ ചെയ്യില്ല. കുറച്ച് എഴുത്തുകൾ മാത്രം കൊടുക്കോ? അങ്ങനെയല്ല. പിന്നെയോ താക്കീത് കൊടുക്കോ? ഇനി മേലാണ് നീ ഇങ്ങനെ എഴുതരുത്, അതാണ് ഒരു ടീച്ചർ ലക്ഷണമല്ല. ഒപ്പം വായിച്ച് എഴുതാൻ സഹായിക്കുക. അവർക്ക് അതിനകത്ത് ഇതില്ല. നമ്മൾ അവിടെ എന്ത് ചെയ്യാണ്? ഒരു സ്കഫോൾഡിങ് കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലെ കേട്ടോ. അപ്പൊ ഇത് നമ്മൾ പ്രത്യേകിച്ച് പഠിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ പോലും ആസ് എ ടീച്ചർ നമ്മളൊരു കോമൺ സെൻസ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ എല്ലാവരും ആൻസർ പറഞ്ഞിട്ടുണ്ട്, കറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഇതേപോലത്തെ ചോദ്യങ്ങളൊക്കെ വന്നാൽ മതി എന്ന് അല്ലെ, വരട്ടെ, എളുപ്പമാകട്ടെ. അപ്പൊ സി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് കേട്ടോ. ഒപ്പം വായിച്ച് എന്ത് ചെയ്യാ? എഴുതാൻ സഹായിക്കുക എന്നുള്ളത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ഒരു കുട്ടിയുടെ പഠനത്തെ സ്വാധീനിക്കുന്ന വ്യക്തിപരമായ ഘടകം ഏതാണ്? ആൻസർ ചെയ്തേ. ഒരു കുട്ടിയുടെ പഠനത്തെ സ്വാധീനിക്കുന്ന വ്യക്തിപരമായ ഘടകം. പെട്ടെന്ന് ആൻസർ ചെയ്യൂ. വെരി ഗുഡ്, വെരി ഗുഡ്. എടാ നമ്മുടെ ബുദ്ധിമുട്ടിക്കാത്ത ചോദ്യമാണ് അല്ലെ. പക്ഷെ ഇത് PYQ ഇപ്പൊ കഴിഞ്ഞില്ല, ഒരാഴ്ചക്ക് മുമ്പ് കഴിഞ്ഞില്ലേ ആ എക്സാമിന്റെ ചോദ്യമാണിത്. മനസ്സിലാവണ്ടോ? സ്കൂൾ സൗകര്യങ്ങൾ വ്യക്തിപരമാണോ? അല്ല. അധ്യാപന മാർഗങ്ങൾ വ്യക്തിപരമാണോ? അല്ല. സമപ്രായക്കാരുടെ വ്യക്തിപരമാണോ? അല്ല. കുട്ടിയുടെ അഭിപ്രേരണ നിലവാരം, അത് അവന്റെ വ്യക്തിപരമായിട്ട് പേഴ്സണാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് അല്ലെ. അതാണ് ബുദ്ധിമുട്ടിക്കാത്ത ചോദ്യങ്ങൾ അല്ലെ. നിങ്ങൾക്ക് ഇഷ്ടമാണ് ഇതേപോലെ ബുദ്ധിമുട്ടിക്കാത്ത ചോദ്യങ്ങൾ വന്നാൽ രക്ഷപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ടോ? അടുത്ത ക്വസ്റ്റ്യൻ, ക്ലാസ്സിൽ ശ്രദ്ധിക്കാത്ത കുട്ടിയോട് അധ്യാപകൻ ചെയ്യേണ്ടത് എന്താണ്? പെട്ടെന്ന് കമന്റ് ചെയ്തേ. എല്ലാ കാറ്റഗറിക്കും പറ്റുന്നതാണ് കേട്ടോ. എല്ലാ കാറ്റഗറിക്കും പറ്റുന്നതാണ്. മാക്സിമം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. ക്ലാസ്സിൽ ശ്രദ്ധിക്കാത്ത കുട്ടിയോട് അധ്യാപകൻ ചെയ്യേണ്ടത് എന്താണ്? എന്താ ചെയ്യേണ്ടത്? ശാസിക്കുക, ശിക്ഷ നൽകുക, കുട്ടിയുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന രീതിയിൽ പഠന രീതി മാറ്റുക, മാതാപിതാക്കളെ കുറ്റപ്പെടുത്തുക. കണ്ടോ? ഇതൊക്കെ നമുക്ക് പ്രത്യേകിച്ച് കാണാപ്പാഠം പഠിക്കേണ്ട ആവശ്യകതയില്ല. ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആൻസർ ആണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ആൻസർ പറയുന്നുണ്ട് അല്ലെ. മാതാപിതാക്കളെ കുറ്റപ്പെടുത്തണോ? അജ്മി മാറിപ്പോയതാണോ? കുട്ടിയുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന രീതിയിൽ കുട്ടികൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ കുട്ടികളുടെ ശ്രദ്ധ വരുന്ന രൂപത്തിൽ പഠന രീതിയെ മാറ്റുക എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരുന്നത് കേട്ടോ. ഓപ്ഷൻ സി ആണ്. ഓക്കെ, അപ്പൊ സൈക്കോളജിയുടെ വളരെ പ്രധാനപ്പെട്ട ഏരിയകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത് പോയിട്ടുള്ളത്. ഇനി നമുക്ക് മലയാളത്തിലെ കുറച്ച് ഭാഗങ്ങൾ കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ചർച്ച ചെയ്തിട്ട് പോകാം. മലയാളത്തിലെ കുറച്ച് ഭാഗങ്ങൾ കേട്ടോ. നോക്കിയേ, 2024 വയലാർ പുരസ്കാര ജേതാവ് ആരാണ്? 2024 വയലാർ പുരസ്കാരം. അപ്പോൾ മലയാളം എടുത്തിട്ടുള്ള, ലാംഗ്വേജ് എടുത്തിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യുക, ആ ഒരു ഭാഗം കൂടി നോക്കുക. ഓക്കെ, 2024 വയലാർ പുരസ്കാര ജേതാവ് ആരാണെന്നുള്ളത് പെട്ടെന്നൊന്ന് കമന്റ് ചെയ്തേ. വേഗം ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ. ഇംഗ്ലീഷുകാർക്ക് സ്പെഷ്യലായി വേറെ ഉണ്ടാവുന്നതായിരിക്കും കേട്ടോ. ഇത് മലയാളം എടുത്തിട്ടുള്ള ആളുകൾക്ക് അവർ ആൻസർ ചെയ്തു പോകുക. കറക്റ്റ് ആൻസർ 2024 വയലാർ പുരസ്കാര ജേതാവ് എന്ന് പറയുന്നത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അവാർഡുകൾ നമ്മൾ മനസ്സിലാക്കണം, പഠിക്കണം. കറക്റ്റ് ആൻസർ അശോകൻ ചെരുവിലാണ് കേട്ടോ. ഓപ്ഷൻ എ ആണ്. ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2-3 പേര്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അശോകൻ ചെരുവിലാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നമുക്ക് വയലാർ അവാർഡിന്റെ ഒന്ന് നോക്കാം. നോക്കിയേ, വയലാർ അവാർഡ് 2022 എസ് ഹരീഷിനാണ് ലഭിച്ചിട്ടുള്ളത് കേട്ടോ. എസ് ഹരീഷിന് മീശ എന്ന് പറയുന്ന കൃതിക്കാണ് 46ാമത്തെ വയലാർ അവാർഡാണ്. അതുകൊണ്ട് ഓർത്തു വെക്കണം. ചില സ്റ്റൈലൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്. ഈ വർഷം ചോദിക്കാതെ ഇത്രാമത്തെ അവാർഡ് എന്നൊക്കെ പറഞ്ഞ് ചോദിച്ച് കണ്ടിട്ടുണ്ട്. സോ അതൊന്ന് ശ്രദ്ധിക്കുക. 46ാമത്തേതാണ്. 2023 ശ്രീകുമാരൻ തമ്പിക്കാണ് ലഭിച്ചിട്ടുള്ളത് ജീവിതം ഒരു പെൻഡുലം എന്ന് പറയുന്നത്. 47ാമത്തേതാണ് അത്. അതുപോലെ 2024 അശോകൻ ചെരുവിൽ 48ാമത്തെ കാട്ടൂർ കടവ്. കൃതികൾ കൂടി നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ. കാട്ടൂർ കടവ് കൃതികൾ കൂടി ഓർത്ത് വെക്കുക. അതിന്റെ കോഡ് ഇങ്ങനെ ഓർക്കാം. ഹരിശ്രീ അശോകൻ വയലിൽ ഉണ്ടോ. ഹരിശ്രീ അശോകൻ 2022, 2023, 2024 ഹരിശ്രീ കേട്ടോ. ഹരിശ്രീയുടെ ഹരി
കണ്ട എസ് ഹരീഷ്. ശ്രീകുമാരൻ തമ്പി 2023. അശോകൻ 2024 അശോകൻ ചെരുവിൽ. വയലാർ അവാർഡ് കേട്ടോ, വയലാർ അവാർഡ്. ക്ലിയർ ആണോ? സെറ്റ് ആണോ? കിട്ടുന്നുണ്ടോ? എല്ലാവരും പോയോ? ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യനിലേക്കല്ല, കുറച്ച് അവാർഡ് തന്നെയാണ് നമ്മൾ പറയുന്നത്. വോയിസ് കേൾക്കുന്നുണ്ടെന്ന്. എഴുത്തച്ഛൻ പുരസ്കാരം നോക്കാം. എഴുത്തച്ഛൻ പുരസ്കാരം 2024 32ാമത്തെ. അതാരാണ്? NS മാധവനാണ് കേട്ടോ. NS മാധവൻ. എഴുത്തച്ഛൻ പുരസ്കാരം സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന പുരസ്കാരമാണ് കേട്ടോ. അദ്ദേഹത്തിന്റെ പ്രധാന കൃതിയാണ് ഹിക്വിറ്റ എന്ന് പറയുന്നത്. അതൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഹിക്വിറ്റ എന്ന് പറയുന്ന കൃതി 2024 2023 SK വസന്തൻ, 2022 സേതു. നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ, അതായത് എഴുത്തച്ഛൻ പുരസ്കാരത്തെ കുറിച്ചുള്ള കംപ്ലീറ്റ് വീഡിയോ നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അതിനകത്തെ ആദ്യകാല ആളുകളെ കുറിച്ച് ഒന്നും പറയാത്തത് കേട്ടോ. അപ്പൊ ആ വീഡിയോ കൂടി നിങ്ങളൊന്ന് കാണുക. 2024 NS മാധവനാണ്, 2023 SK വസന്തൻ, 2022 സേതു. ദെൻ അടുത്തത് ഓടക്കുഴൽ പുരസ്കാരം 2024 54ാമത്തെ ഓടക്കുഴൽ പുരസ്കാരം K അരവിന്ദാക്ഷൻ കേട്ടാ. K അരവിന്ദാക്ഷൻ പേരും കൃതിയും പഠിച്ചു നോക്കണം. 2024 ഗോപ എന്ന് പറയുന്നത്. അതുപോലെ 2023 PN ഗോപികൃഷ്ണൻ കവിത മാംസഭോജിയാണ്. 2022 അംബിക സുധൻ മങ്ങാട് കേട്ടാ, പ്രാണവായു എന്ന് പറയുന്ന കൃതിക്കാണ്. അപ്പൊ 2024 ആ കൃതികൾ കൂടി നിങ്ങൾ ഓർത്തു വെക്കണം. ആ കൃതികൾ കൂടി നിങ്ങൾ ഓർത്തു വെക്കണം. ഓടക്കുഴൽ പുരസ്കാരത്തിന്റെ കൃതികൾ കൂടി. ദെൻ അടുത്തത് പത്മപ്രഭ പുരസ്കാരം. 2024 റഫീഖ് അഹമ്മദ്. 25ാമത്തേതാണ് റഫീഖ് അഹമ്മദ്. അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ ആൾമറ, ശിവകാമി, ഗ്രാമവൃക്ഷത്തിലെ വവ്വാൽ, അഴുക്കില്ലം, ചീട്ടുകളിക്കാർ. കേട്ടോ, ചിലപ്പോൾ ഈ അവാർഡ് കിട്ടിയിട്ടുള്ള ആളുകളുടെ കൃതികൾ ഇങ്ങനെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അതായത് അവർക്കൊരു അവാർഡ് കിട്ടിയിട്ടുണ്ടാവും, പുരസ്കാരം കിട്ടിയിട്ടുണ്ടാവും. ആ കൃതിയല്ല, അതല്ലാതെ അവർ എഴുതിയിട്ടുള്ള പ്രധാന കൃതികളിൽ ഏതെങ്കിലും ഒന്ന് ചോദിച്ചാട്ടെ, അങ്ങനെ ഒരു ഇത് മലയാളത്തിൽ ഇപ്പോ കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. 2023 സുഭാഷ് ചന്ദ്രനാണ്. പ്രധാന കൃതികൾ മനുഷ്യനൊരാമുഖം, പിന്നെ സമുദ്രശില, അതുപോലെ ഘടികാരം നിലക്കുന്ന സമയം എന്ന് പറയുന്നതും സുഭാഷ് ചന്ദ്രൻ. 2023 പത്മപ്രഭ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് അദ്ദേഹത്തിനാണ്. ഓക്കെ. ദെൻ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം സാധാരണ കേരളത്തിൽ വരുന്ന ഒരു ഏരിയയാണ് കേരള സാഹിത്യ അക്കാദമി. അതിൽ 2024 കവിത മുരിങ്ങാവാഴ കറിവേപ്പ്, അനിത തമ്പിയുടെ കവിത ആണ്. അതിന്റെ ഏതാണ് വിഭാഗം എന്ന് ഓർക്കുക, കൃതിയുടെ പേര് ഓർക്കുക, അതുപോലെ തന്നെ ആ എഴുതിയ ആളുടെ പേരും ഓർക്കുക. ഇതിന്റെയും കോഡ് ക്ലാസ് നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട് കേട്ടോ. കണ്ടിട്ടില്ലെങ്കിൽ കോഡ് വെച്ചിട്ട്, ഞാനിപ്പോ കോഡ് വെച്ച് സമയം കളയുന്നില്ല. ഓക്കെ, അടുത്ത ക്ലാസ്സിന് സാറ് വെയിറ്റിംഗ് ആണ്. അപ്പോൾ ആ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ അതിനകത്ത് കാണുക, കോഡ് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് അത് ഓർക്കാം. അതുപോലെ തന്നെ നോവൽ 2024 നോവൽ ആനോ, GR ഇന്ദുഗോപൻ. ചെറുകഥ എരിസപ്പ അരുവി അഥവാ ഒരു ജലയാത്ര, വി ശിനിലാൽ. നാടകം പിത്തള ശലഭം, ശശിധരൻ നടുവില്. ദെൻ സാഹിത്യ വിമർശനം രാമായണത്തിന്റെ ചരിത്ര സഞ്ചാരങ്ങൾ, ജി ദിലീപൻ. ഓക്കെ, ഇതാണ് കേരള സാഹിത്യ അക്കാദമി അവാർഡ്. നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. അതേപോലെ തന്നെ ആത്മകഥ 2024 ആത്മകഥ ഏതാണ്? ജീവചരിത്രം, ഞാൻ എന്ന ഭാവം. ഇതൊക്കെ നമ്മളവിടെ കണക്ട് ചെയ്ത് പോയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ജസ്റ്റ് എല്ലാം ചിലപ്പോൾ പേരും കൃതികളൊക്കെ കൂടി സമയം ഓർത്തു വെക്കാനുള്ള പ്രയാസമാണ്. അതൊന്ന് കാണാം കേട്ടോ, കാണാത്തവരുണ്ടെങ്കിൽ കാണുക. അതുപോലെ ബാലസാഹിത്യം അമ്മ മണമുള്ള കനിവുകൾ, EN ഷീജയുടെ അമ്മ മണമുള്ള കനിവുകള്. യാത്രാവിവരണം ആരോഹണം ഹിമാലയം, KR അജയൻ. ഓക്കെ, അപ്പൊ കേരള സാഹിത്യ അക്കാദമി എന്തായിരുന്നാലും നിങ്ങൾ പഠിക്കുക. പ്രത്യേകിച്ച് കവിത, കഥ, നോവൽ, ഓക്കെ, നാടകം. ഇത് സാധാരണ എന്ത് ചെയ്യാറുണ്ട്, വരാറുണ്ട്, കേഡറ്റ് പരീക്ഷകൾക്ക് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ആ പുരസ്കാരങ്ങൾ കൂടി നിങ്ങൾ ഓർത്ത് വെക്കുക. ഇനി നമുക്ക് ഉറപ്പിക്കാം, മലയാളത്തിൽ തന്നെ പറയുന്ന പല ഭാഗം ചോദിക്കുന്നത് ചിലപ്പോൾ ടഫായിട്ട് വരുന്നു. പക്ഷെ എന്നാൽ
മാർക്ക് 10 മാർക്കെങ്കിലും നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ചില ചോദ്യങ്ങളുണ്ട്. അഥവാ നമുക്കറിയാം ഗദ്യവും പദ്യവും തന്നിട്ട് അതിന്റെ 10 ചോദ്യങ്ങൾ തരും. അതെന്തായിരുന്നാലും നിങ്ങൾ ജസ്റ്റ് സമയം ഇത്, കാരണം ചോദ്യവും ആൻസർ അവിടെ തന്നെ ഉണ്ടല്ലോ, ഒന്ന് വായിച്ചിട്ട് ഒറ്റ പ്രാവശ്യം വായിച്ചാൽ ചിലപ്പോൾ കിട്ടിക്കില്ല, 2-3 പ്രാവശ്യം വായിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അതിന് ആൻസർ എന്തായാലും തെറ്റാത്ത രൂപത്തിൽ നിങ്ങൾ എഴുതി വെക്കുക. ആ 10 മാർക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഉറപ്പിക്കുക കേട്ടോ. അവിടെ നിന്ന് ശ്രദ്ധയോടുകൂടി വായിച്ചാൽ മതി, കുറച്ച് മനസ്സിരുത്തി ഒന്ന് വായിച്ചാൽ മതി. പരീക്ഷ ഹോളൊക്കെ ആകുമ്പോൾ ഒച്ചയും ബഹളവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഒന്ന് എനിക്ക് കിട്ടോ അല്ലെങ്കിൽ ആൻസർ പറ്റോ അങ്ങനെ ഒന്നും ചിന്തിക്കരുത്. ഇതൊന്ന് വായിച്ചു നോക്കാന്നുള്ള രൂപത്തില് മനസ്സിരുത്തി കൊണ്ട് വായിച്ച് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അതുപോലെ ശൈലി പഴഞ്ചൊല്ല്, ഇത് നമ്മൾ പഠിച്ചു നോക്കാം. അല്ലെ കുറച്ച് മാറ്റങ്ങൾ നമുക്ക് നോക്കാം ചോദ്യത്തില്. ഓക്കെ, അടുത്ത ചോദ്യമൊക്കെ, ദീപാവലി കുളിക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? പെട്ടെന്നൊന്ന് കമന്റ് ചെയ്തേ. ദീപാവലി കുളിക്കുക അല്ലെ, വെരി ഗുഡ് വെരി ഗുഡ്, ആൻസർ വരുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഓപ്ഷൻ സി ആണ് അല്ലെ, ധൂർത്തടിച്ച് നശിപ്പിക്കുക എന്നുള്ളതാണ് ദീപാവലി കുളിക്കുക എന്നതിന്റെ അർത്ഥമായിട്ട് വരുന്നത്. ഓപ്ഷൻ സി ആണ്. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഇത് പ്രത്യേകിച്ച് ഒരു കൺഫ്യൂഷൻ നമുക്ക് വരേണ്ട ആവശ്യമില്ല, കാരണം ആ ഓപ്ഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. എന്നാൽ ഇപ്പൊ വരുന്നത് എന്താണ്, ഇത് പണ്ടത്തെ ഒരു ചോദ്യമാണ്, നേരത്തെ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ കുറച്ചും കൂടിയും എന്ത് ചെയ്യാണ് രൂപത്തിൽ, ആ ആശയം വരുന്ന രൂപത്തിൽ ചോദിച്ചിട്ടുണ്ട്. അത് നമുക്ക് നോക്കാം, ഏതൊരു ശൈലിയിലാണ് വന്നിട്ടുള്ളത് എന്നുള്ള രൂപത്തിൽ നമുക്ക് നോക്കാം കേട്ടാ. ഇതും പഴയ ഒരു ശൈലിയാണ്. പള്ളക്കടിക്കുക എന്ന ശൈലി ശരിയായി പ്രയോഗിച്ചത് ഏത് വാക്യത്തിലാണ്? ഏതാണ് പള്ളക്കടിക്കുക എന്ന ശൈലി ശരിയായി പ്രയോഗിച്ചത് ഏത് വാക്യത്തിലാണ്? പെട്ടെന്നൊന്ന് കമന്റ് ചെയ്തേ. അതായത് ശൈലി പഴഞ്ചൊല്ല് എന്ന് പറയുന്നത് നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ കാലത്തിനനുസരിച്ച് ആ ചോദ്യ ശൈലിയിൽ വരുന്ന മാറ്റങ്ങൾ കൂടി നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവിടെ ചോദ്യങ്ങളിൽ വരുന്ന ആ ഒരു മാറ്റം ഉണ്ടല്ലോ, ആ മാറ്റങ്ങൾ കൂടി നമ്മൾ അവിടെ ശ്രദ്ധിച്ചു വെക്കേണ്ടതുണ്ട്. ഏതാണ് ആൻസർ? ബി അല്ലെ, ഉറപ്പായിട്ട് ബി ആണ് ആൻസർ. ഒരുപാട് പേര് പറയുന്നുണ്ട് ധനമന്ത്രിയുടെ നിർദ്ദേശങ്ങൾ സാധാരണക്കാരുടെ പള്ളക്കടിക്കാവുന്നവയാണ് എന്ന് പറയുന്നതാണ്. ശരിക്കും പള്ളക്കടിക്കുക എന്ന് ഉള്ള ശൈലി ഒരു ബുദ്ധിമുട്ടിക്കുക, പ്രയാസപ്പെടുത്തുക എന്നുള്ള അർത്ഥത്തിൽ വരുന്നത്. സോ അവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത് കേട്ടോ. ഇതും പഴയ ഒരു ശൈലിയാണ്. ഇപ്പൊ കണ്ടുവരുന്ന പുതിയൊരു ശൈലി നമുക്ക് നോക്കാം. താഴെ തന്നിട്ടുള്ളതിൽ ആശയപരമായി ഒറ്റപ്പെട്ട് നിൽക്കുന്ന പഴഞ്ചൊല്ല് കണ്ടെത്തി എഴുതുക കേട്ടോ. അപ്പൊ നേരത്തെ വളരെ സിമ്പിൾ ആക്കി കൊടുത്തിരുന്നു, പക്ഷെ ഇപ്പൊ വരുമ്പോ ഇതിനകത്തും ചെറിയ ഒരു മാറ്റങ്ങൾ ചോദ്യ ശൈലിയിൽ നമുക്ക് കാണാം. താഴെ തന്നിട്ടുള്ളത് ആശയപരമായി ഒറ്റപ്പെട്ട് നിൽക്കുന്നത് ഏതാണ്? പെട്ടെന്ന് കമന്റ് ചെയ്തേ. വേഗം ഒന്ന് കമന്റ് ചെയ്യൂ കേട്ടോ. ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? ഓക്കെ, ആൻസർ വരുന്നുണ്ട്, കമന്റ് വരുന്നുണ്ട്. ഡി പറയുന്നവരുണ്ട്, സി പറയുന്നവരുണ്ട്, ബി പറയുന്നവരുണ്ട്. നിങ്ങൾ നോക്കാം, മെല്ലെ തിന്നാൽ മുള്ളും തിന്നാം അല്ലെ, പയ്യെ തിന്നാൽ പനയും തിന്നാം എന്നൊക്കെ പറയില്ലേ. മെല്ലെ തിന്നാൽ മുള്ളും തിന്നാം എന്ന് പറയുന്നത് വേണമെങ്കിൽ നമുക്ക് അതും കഴിക്കാം അല്ലെ, വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും, നിത്യാഭ്യാസി ആനയെ എടുക്കും അല്ലെ, കൃത്യമായിട്ട് അഭ്യാസം. പക്ഷെ ഐക്യമത്യം മഹാബലം എന്ന് പറയുന്നത് എന്താണ്? മറ്റുള്ളതിന്റെ ആശയങ്ങളൊക്കെ ഏകദേശം നമുക്ക് സെയിം ആയിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം അല്ലെ. പക്ഷെ ഐക്യമത്യ മഹാബലം എന്ന് പറയുന്നത് ഒരുമിച്ച് നിന്നിട്ടുണ്ട് എങ്കിൽ അതെന്താണ്, ഒരു വലിയ ശക്തിയാണ് എന്ന് പറയും അല്ലെ നമ്മള്. അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ് കേട്ടോ. അപ്പൊ ചോദ്യ ശൈലി മാറി വരുന്നതാണ് കാക്കുന്നത് കേട്ടോ. അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന പഴഞ്ചൊല്ലുകളൊക്കെ തന്നെയാണ് സാധാരണ ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് വെച്ചിട്ട് നിങ്ങൾ നോക്കണം ഏതാണ് ആശയം വരുന്നതെന്ന്. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റില്ലാത്ത വാക്യം ഏത് അല്ലെ. ഇനി വാക്യശുദ്ധിയിലേക്ക് വരുമ്പോ തെറ്റില്ലാത്ത വാക്യമാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതും നമുക്ക് പഠിച്ചില്ലെങ്കിൽ, ഞാൻ പറഞ്ഞില്ലേ ഇപ്പോ ഗദ്യം പദ്യഭാഗം തന്ന് ചോദിക്കുന്ന ചോദ്യവും ഇതുപോലെ പഴഞ്ചൊല്ലി ശൈലികൾ, വാക്യശുദ്ധി, പദശുദ്ധി എന്നൊക്കെ പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. പക്ഷെ ഇവിടെ നിങ്ങൾ വാക്യശുദ്ധിയിൽ നിങ്ങൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, റിപ്പീറ്റ് ആയിട്ടുള്ള വരുന്ന വേർഡുകൾ ഉണ്ടോ, ഒരേ ആശയത്തിൽ വരുന്ന 2 വേർഡുകൾ ഉണ്ടോ എന്ന് നോക്കുക കേട്ടാ. അത് നോക്കാം നിങ്ങൾ. അങ്ങനെ ഉണ്ടെങ്കിൽ മെയിൻ ആയിട്ട് അത് കട്ട് ചെയ്ത് കളയാന്നുള്ളതാണ്.
വീണ്ടും പുനരന്വേഷണം ആവശ്യപ്പെട്ട് നാട്ടുകാർ സമരം നടത്തി. വീണ്ടും പുനരന്വേഷണം എന്നുള്ള ശൈലി വേണ്ട, അല്ലേ? വീണ്ടും അന്വേഷിക്കുന്നതല്ല പുനരന്വേഷണം എന്ന് പറയുന്നത്. രാവിലെ മഴ പെയ്തത് കൊണ്ടാണ് കുടയെടുക്കാൻ കാരണം. അപ്പൊ കൊണ്ടാണ് കാരണം, അത് വേണ്ട. ആ വാക്യശുദ്ധിയുടെ ക്ലാസ് കണ്ടവർക്ക് അറിയാം ഏതൊക്കെ ഭാഗങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത്. അതായത് സാധാരണ ഈ ചോദ്യങ്ങളിൽ വരുന്ന 2 പദങ്ങൾ അത് നമ്മൾ കൃത്യമായിട്ട് ആ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, അല്ലെ? ഏതൊക്കെ പദങ്ങളാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, അവിടെ ഏതൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്ത് ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് മാർക്ക് നേടാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് വേടി വെച്ച് സ്വയം ആത്മഹത്യ ചെയ്തു എന്ന് പറയണ്ട. ആത്മഹത്യ ചെയ്യാൻ സ്വയം മരിക്കാന്നല്ലേ? ഇപ്പൊ സ്വയം വേണ്ട. ഇവിടെ ഞാൻ തെറ്റില്ലാത്തത് ഇതാണ്, രോഗബാധ നിരക്ക് ദിനം പ്രതി വർദ്ധിക്കുകയാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ അടുത്ത ചോദ്യം, ഭൂമി എന്ന അർത്ഥം ലഭിക്കാത്ത പദം ഏതാണ്? ഭൂമി എന്ന അർത്ഥം ലഭിക്കാത്ത പദം ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. പെട്ടെന്ന് കമന്റ് ചെയ്യാം. ഭൂമി എന്ന അർത്ഥം ലഭിക്കാത്ത പദം. ആഴി എന്ന് പറഞ്ഞ ഭൂമിയാണോ? ആഴി. ഓക്കെ, ആൻസർ വരുന്നുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ബി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്, അല്ലെ? ബി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്, ആഴി എന്ന് പറയുന്നത് കേട്ടോ. ആഴി. ഭൂമിയുടെ വേറെ പദങ്ങൾ നമ്മൾ പഠിച്ചു നോക്കാം. മഹി, അതുപോലെ തന്നെ ധരണി, പിന്നെ എന്താണ് ക്ഷോണി, പൃഥ്വി, ഇതൊക്കെ എന്താണ് വേറെ പദങ്ങളാണ്. പൃഥ്വി, അതുപോലെ തന്നെ ധരിത്രി, മഹി, ഊഴി എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ ഭൂമിയുടെ വേറെ പദങ്ങളാണ്. സാധാരണ നമ്മൾ ഈ പര്യായ പദങ്ങൾ പഠിക്കുമ്പോൾ എന്താണ് ഈ ഭൂമി, ആകാശം അങ്ങനെയുള്ള പ്രകൃതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കൂടി ഒന്ന് ശ്രദ്ധിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇവിടെ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. then അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. താഴെ പറയുന്നവയിൽ സകർമ്മക രൂപം ഏതാണ്? ഏതാണ് സകർമ്മക രൂപം? ഏതാണ് സകർമ്മക രൂപം? ലക്ഷ്മി ഉറങ്ങുന്നു, ആന നടക്കുന്നു, അമ്മ കുട്ടിയെ എടുക്കുന്നു, നക്ഷത്രം തിളങ്ങുന്നു. ഏതാണ് കറക്റ്റ് ആൻസർ? പെട്ടെന്ന് കമന്റ് ചെയ്തോളൂ. എന്താണ് സകർമ്മകം? കർമ്മമുള്ളത് അല്ലേ? കർമ്മമുള്ള രൂപത്തിനാണ് നമ്മൾ സകർമ്മകം എന്ന് പറയുന്നത്. അകർമ്മകം എന്ന് പറഞ്ഞാൽ അവിടെ എന്തുണ്ടാവില്ല? കർമ്മം ഉണ്ടാവില്ല. അപ്പൊ ലക്ഷ്മി ഉറങ്ങുന്നു എന്ന് പറയുന്നത് കമന്റ് വരുന്നുണ്ട്, അതെന്താണ്? ഒരു അകർമ്മക രൂപമാണ്. ആന നടക്കുന്നു, അകർമ്മകമാണ്. നക്ഷത്രം തിളങ്ങുന്നു, അകർമ്മകമാണ്. അമ്മ കുട്ടിയെ എടുക്കുന്നു, കണ്ട ഇവിടെ ഒരു എന്തുണ്ട്? ഒരു കർമ്മമുണ്ട്, ഒരു കർമ്മമുണ്ട്. അഥവാ കർത്താവ് ചെയ്യുന്ന ഒരു പ്രവർത്തനം എന്തിലാണോ സംഭവിക്കുന്നത്, അനുഭവപ്പെടുന്നത്, അതാണ് കർമ്മം എന്ന് പറയുന്നത് അല്ലെ? നമ്മൾ ഇംഗ്ലീഷിൽ ഓബ്ജക്റ്റ് എന്ന് പറയും. സോ ഇവിടെ കർമ്മമുള്ളത് സി ആണ്, അമ്മ കുട്ടി എടുക്കുന്നു. ബാക്കിയൊക്കെ അകർമ്മക ക്രിയകളാണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. ദെൻ താഴെ തന്നിരിക്കുന്നവയിൽ എസ്.കെ. പൊറ്റക്കാടിന്റെ കൃതി അല്ലാത്തത് തിരഞ്ഞെടുക്കുക. എസ്.കെ. പൊറ്റക്കാടിന്റെ കൃതി അല്ലാത്തത് പെട്ടെന്ന് കമന്റ് ചെയ്തോ. അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ, അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, പോരട്ടെ. വെരി ഗുഡ്, വെരി ഗുഡ്. ഒരുപാട് പേര് കമന്റ് പറയുന്നുണ്ട് കേട്ടോ. ഇന്നത്തെ യൂറോപ്പാണോ? സി അല്ലേ? വെരി ഗുഡ്. ആതിര, സുരഭി, മുഹമ്മദ് അഫ്സൽ, ഒരുപാട് പേര്. മുഹമ്മദ് അഫ്സൽ ബി ആണ് പറഞ്ഞിരിക്കുന്നത്, സോറി. റഷീദ്, എന്താണ്? ബിലാത്തി വിശേഷമാണ് അല്ലെ? ബിലാത്തി വിശേഷമാണ് എസ്.കെ. പൊറ്റക്കാടിന്റെ കൃതി അല്ലാത്തത്. അപ്പൊ ബിലാത്തി വിശേഷം ആരുടേതാന്ന് പറയാമോ? ആരുടേതാണ് ബിലാത്തി വിശേഷം എന്ന് പറയുന്നത്? ബിലാത്തി വിശേഷം ആരുടേതാണ്? പെട്ടെന്നൊന്ന് കമന്റ് ചെയ്തേ. ബിലാത്തി വിശേഷം എന്ന് പറയുന്ന കൃതി ആരുടേതാണ്? ആർക്കെങ്കിലും അറിയാമോ? അറിയാവുന്ന പെട്ടെന്ന് കമന്റ് ചെയ്യാം. സാറയാണോ? ജോസഫ് ആണോ? കെ പി കേശവ മേനോൻ,
ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ക്ലിയർ ആയില്ലേ? ഓക്കെ, സി ആണ്. ഓക്കെ, ശരിയാണ്, കറക്റ്റ്. ദെൻ കുറച്ച് കൃതികൾ നമുക്ക് എസ് കെ പൊറ്റക്കാടിന്റെ പ്രധാനപ്പെട്ട കൃതികൾ ഒന്ന് മനസ്സിലാക്കണം. ഒരു ദേശത്തിന്റെ കഥ, ഒരു തെരുവിന്റെ കഥ, പാതിരാ സൂര്യന്റെ നാട്ടിൽ, എന്റെ വഴി അമ്പലങ്ങൾ, അദ്ദേഹത്തിന്റെ ആത്മകഥയാണ്. എസ് കെ പൊറ്റക്കാടിന്റെ കൃതി ബോർഡ് വെച്ചിട്ട് നമ്മുടെ ചാനലിലുണ്ട്. കാണാത്തവർ എന്ത് ചെയ്യുക, എത്രയും വേഗം അത് പോയി കാണുക കേട്ടോ. അതുപോലെ കെ പി കേശവ മേനോൻ, അദ്ദേഹത്തിന്റെ പ്രഭാത ദീപം, നാം മുന്നോട്ട്, കഴിഞ്ഞ കാലം, ഇതൊക്കെ കെ പി കേശവമേനന്റെ ഇതാണ്. കഴിഞ്ഞ കാലം അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് കേട്ടോ, ആത്മകഥയാണ്, അത് ഓർത്തു വെക്കുക. പിന്നെ എം ടി വാസുദേവൻ നായർ, എം ടിയുടെ കൃതികൾ നിങ്ങളൊന്ന് ഓർത്തു വെക്കുക. നാലുകെട്ട്, രണ്ടാം മൂഴം, മഞ്ഞ്, കാലം, അസുരവിത്ത്, ഇരുട്ടിന്റെ ആത്മാവ് കേട്ടോ, ഇതൊക്കെ അദ്ദേഹത്തിന്റെ എന്താണ് കൃതികളാണ്. എം ടി വാസുദേവൻ നായരുടെ കൃതികളാണ്. നാലുകെട്ട്, രണ്ടാം മൂഴം, മഞ്ഞ്, കാലം, അസുരവിത്ത്, ഇരുട്ടിന്റെ ആത്മാവ്. ഇതിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, പലതവണയായിട്ട് കേട്ടിട്ടുണ്ട്. അതുപോലെ പി എസ് സികൾക്കൊക്കെ നിരന്തരം ചോദിക്കുന്നതാണ്. പിന്നെ അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ കൂടി മനസ്സിലാക്കാം. എം ടി വാസുദേവൻ നായരുടെ കഥാപാത്രങ്ങൾ ഏതൊക്കെയാണ്? വിമല, ബുദ്ധു, അമർ സിംഗ്, സർദാർജി, സുധീർ മിശ്ര. മഞ്ഞ് എന്ന് പറയുന്ന നോവലാണ് കേട്ടോ. മഞ്ഞ്, അമല, ബുദ്ധു, അമർ സിംഗ്, സർദാർജി, സുധീർ മിശ്ര എന്ന് പറയുന്നത് മഞ്ഞ് എന്ന് പറയുന്നത്. അതുപോലെ അപ്പുണ്ണി, കോന്തുണ്ണി, നാലുകെട്ട്, ഗോവിന്ദൻകുട്ടി വരുന്നത് ഏതാണ്? ഗോവിന്ദൻകുട്ടി, അസുരവിത്ത്, ഭ്രാന്തൻ വേലായുധൻ. പല പരീക്ഷകൾക്കും എക്സ്പെഷ്യലി പി എസ് സി പരീക്ഷകൾക്കും ഒക്കെ ചോദിച്ചിട്ടുള്ളതാണ്. ഭ്രാന്തൻ വേലായുധൻ, ഇരുട്ടിന്റെ ആത്മാവ്. അതുപോലെ തന്നെ സേതു, കാലം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ ഭീമൻ, രണ്ടാം മൂഴം കേട്ടിട്ട് തന്നെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കഥാപാത്രം ഭീമൻ കഥാപാത്രമായിട്ട് വരുന്ന എം ടിയുടെ രണ്ടാം മൂഴം എന്ന് പറയുന്ന കൃതികളാണ്. രണ്ടാം മൂഴം കേട്ടോ. ഭ്രാന്തൻ വേലായുധൻ, ഇരുട്ടിന്റെ ആത്മാവ്, സേതു, കാലം, ഗോവിന്ദൻകുട്ടി, അസുരവിത്ത്, അപ്പുണ്ണി കോന്തുണ്ണി, നാലുകെട്ട്. ഓക്കെ, then അടുത്ത ചോദ്യം, തിരുനെല്ലിയുടെ കഥാകാരി എന്നറിയപ്പെടുന്നത് ആരാണ്? ബാലാമണി അമ്മ, മാധവിക്കുട്ടി, പി വത്സല, സുഗതകുമാരി. പെട്ടെന്ന് കമന്റ് ചെയ്തോളൂ, ഏതാണ്? പി വത്സല, സുഗതകുമാരി. വേഗം കമന്റ് ചെയ്തോളൂ. ഓക്കെ, ആൻസർ വരുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ് അല്ലെ. തിരുനെല്ലിയുടെ കഥാകാരി എന്നറിയപ്പെടുന്നത് ആരാണ്? പി വത്സല. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. പി വത്സല. വെരി ഗുഡ്. എല്ലാവരും ആൻസർ പറയുന്നുണ്ട്. തന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ചെറുകാട് ആരുടെ തൂലികാ നാമമാണ്? ചെറുകാട് ഗോവിന്ദ പിഷാരടി, എ പി പത്രോസ്, എം കെ മേനോൻ, ജോർജ് വർഗീസ്. ചെറുകാട് ആരുടെ തൂലികാ നാമമാണ്? ഓക്കെ, വെരി ഗുഡ്. കമന്റ് വരുന്നുണ്ട്. ചെറുകാട് ആരുടേതാണ്? തൂലികാനാമങ്ങൾ കൂടി നിങ്ങൾ പഠിച്ചു പോകണം കേട്ടോ. ചെറുകാട് എന്ന് പറയുന്നത് ആരുടെയാണ്? ഗോവിന്ദ പിഷാരടി അല്ലെ. എ ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. കുറച്ച് തൂലികാനാമങ്ങൾ നമുക്ക് നോക്കാം. ഉറൂബ് കേട്ടോ, പലതവണ പി എസ് സി ആൻഡ് കേട്ടിട്ട് ആവർത്തിച്ച് വന്നിട്ടുള്ള ചോദ്യമാണ്. എന്താ ഉറൂബ്? പി സി കുട്ടിക്കൃഷ്ണൻ കേട്ടോ. പി സി കുട്ടിക്കൃഷ്ണൻ. ഉറൂബ് പി സി കുട്ടിക്കൃഷ്ണൻ. അതുപോലെ കോവിലൻ വി വി അയ്യപ്പൻ കേട്ടോ. കോവിലൻ വി വി അയ്യപ്പൻ. ചെറുകാട് ഗോവിന്ദ പിഷാരടി. ചെറുകാട് ഗോവിന്ദ പിഷാരടി. ആനന്ദ് പി സച്ചിദാനന്ദൻ. പി സച്ചിദാനന്ദൻ. നന്ദനാർ എന്ന് പറയുന്നത് പി സി ഗോപാലൻ. നന്ദനാർ എന്ന് പറയുന്നത് പി സി ഗോപാലൻ. പാറപ്പുറത്ത് കെ ഇ മത്തായി അല്ലെ. പാറപ്പുറത്ത് ഇതിന്റെ കുറെ കോഡ് വെച്ച് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോ കോഡ് ഒന്നും പറഞ്ഞ് സമയം കളയുന്നില്ല. കോഡ് വെച്ച ക്ലാസ്സുകളൊക്കെ ഇത് ചാനലിലും പ്ലേലിസ്റ്റിലും ഒക്കെ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ലാസ്റ്റ് നിമിഷത്തിനാൾ പോലും നിങ്ങൾ അത് പോയിട്ടൊന്ന് കാണുക. ജസ്റ്റ് ഒരു പ്രാവശ്യം കണ്ടാൽ തന്നെ നിങ്ങൾ കിട്ടും കേട്ടോ. പിന്നെ ബാച്ച് ജോയിൻ ചെയ്ത കുട്ടികൾക്ക് നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, മാക്സിമം കോഡ് വെക്കാവുന്ന രൂപത്തിൽ തന്നെ അവർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോ ഇവിടെ പാറപ്പുറത്ത്. അപ്പൊ ഇനിയും ഈ പ്രാവശ്യം ചില കുട്ടികൾ എന്ത് ചെയ്യും, ഒന്ന് എഴുതാം, അടുത്ത പ്രാവശ്യം ശരിക്കും പഠിച്ചിട്ട് എഴുതാം, അങ്ങനെയൊക്കെ തോന്നുന്നവര് നമ്മുടെ ബാച്ചില് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഡീറ്റെയിൽസ് ഒക്കെ അതിനകത്തുണ്ട്. പക്ഷെ ഈ പ്രാവശ്യം തന്നെ എല്ലാവരും പാസ്സാകട്ടെ, അത് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. കേട്ടിട്ടും പറഞ്ഞ് എന്ത് ചെയ്യരുത്, നിങ്ങൾ ജോയിൻ ചെയ്യാത്ത ഈ പ്രാവശ്യം തന്നെ എല്ലാവരും പാസ്സാകട്ടെ എന്നുള്ളത്. ഓക്കെ, ഇനി വിലാസിനി എം കെ മേനോൻ കേട്ടോ. ഇത് പലതവണ ആവർത്തിച്ചിട്ടുള്ളതാണ്, ഇമ്പോർട്ടന്റ് ആണ്. വിലാസിനി എം കെ മേനോൻ. അക്കിത്തം അച്യുതൻ നമ്പൂതിരി. അതുപോലെ മാലി വി മാധവൻ നായർ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതും എന്ത് ചെയ്തിട്ടുണ്ട്, പരീക്ഷക്ക് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോ എന്തായിരുന്നാലും തൂലികാനാമങ്ങളും പഠിച്ചു വെക്കണം, അപരനാമങ്ങൾ പഠിച്ചു വെക്കണം.
കൃതികൾ മാക്സിമം കൃതികൾ കോഡ് ചെയ്യാവുന്ന രൂപത്തിൽ നമ്മൾ കോഡ് ചെയ്തിട്ടുണ്ട്. കൺഫ്യൂഷൻ ആകാത്ത രൂപത്തിൽ അത് അങ്ങനെ തന്നെ നിങ്ങൾ പഠിച്ചു വെക്കുക. പിന്നെ മലയാള ഗ്രാമറിന്റെ ഏരിയകൾ നന്നായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നോക്കുക. അപ്പൊ അതുകൊണ്ട് ഈ രൂപത്തിൽ നിങ്ങൾ പഠിച്ചു പോകുക കേട്ടോ. പിന്നെ മാക്സിമം കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് കാര്യങ്ങൾ അറ്റൻഡ് ചെയ്യുക, പഠിക്കുക എന്നുള്ളതാണ്. ടെൻഷൻ ഒന്നും വെക്കണ്ട, വിഷമിക്കാതെ ഉള്ള ഇതിനകത്ത് മാക്സിമം ഇതുപോലെ മോക്ക് ടെസ്റ്റുകളും ക്വസ്റ്റ്യനൊക്കെ ചെയ്തിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുക. എന്തായിരുന്നാലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പ്രാവശ്യം തന്നെ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഈ ചുരുങ്ങിയ നിമിഷം മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് എനിക്ക് വീണ്ടും പറയാനുള്ളത്. ഈ പ്രാവശ്യം തന്നെ കേട്ടിട്ട് നേടിയെടുക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ. താങ്ക് യു ഓൾ.